അത് പറഞ്ഞപ്പോ അവർ ഓരോരുത്തരും മുഹമ്മദ് നബിയെ കാണണമെന്ന് കൊതിച്ചു. പ്രവാചകന്റെ ചാരത്ത് ചെന്ന പ്രവാചകന്റെ വാക്കുകൾ കേട്ടപ്പോഴേക്ക് ഒരു വിഭാഗം ആളുകൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വിളിച്ചു പറഞ്ഞു. മറ്റൊരു വിഭാഗം ആളുകൾ പ്രവാചകന്റെ മുമ്പിലെത്തി പ്രവാചകന്റെ മുഖത്തെ തൂമന്ദഹാസം കാണുമ്പോഴേക്ക്, മനോഹരമായ പുഞ്ചിരി കാണുമ്പോഴേക്ക് വിളിച്ചു പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ മുഖത്തെ പ്രസാദം തന്നെ, പ്രസന്നത തന്നെ മതി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പ്രവാചകനെ തേടിയിറങ്ങിയ പലരും വഴിയരികിൽ വെച്ച് പ്രവാചകന്റെ അനുയായികളെ കണ്ടപ്പോ അവർ പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോഴേക്ക് മുമ്പിൽ കുനിഞ്ഞു നിന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുറക്കെ വിളിച്ചുകൊണ്ട് പ്രവാചകന്റെ ചാരത്തേക്ക് അടുക്കാൻ തുടങ്ങി. ആ ഇസ്ലാമിന്റെ ചാരത്തേക്ക് വരാൻ തുടങ്ങി. എന്റെ പ്രിയമുള്ളവരെ, തെറ്റിദ്ധാരണ ഇസ്ലാമിക സംസ്കാരത്തിൽ പുത്തരിയല്ല. പക്ഷെ തെറ്റിദ്ധാരണയുടെ ഒരു മറുവശമുണ്ട്. അത് അന്വേഷിച്ച് അവരെത്തുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അന്വേഷിച്ചു വരുമ്പോ കാണാനും പറയാനും പങ്കുവെക്കാനും അറിയാനും അറിഞ്ഞു വെക്കാനും നല്ലത് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോഴാണെങ്കിൽ ഇസ്ലാമിനെ പറ്റി ഒരു മനുഷ്യനും തെറ്റിദ്ധാരണ പരത്താൻ കഴിയില്ല. ലോകത്തിന്റെ ഏറ്റവും വലിയ മാറ്റത്തിന്റെ ലക്ഷണം അതാ. ഈ സമുദായം പഠിക്കേണ്ട യാഥാർത്ഥ്യം അതാ. പ്രൊപ്പഗണ്ട ഉണ്ടായിക്കോട്ടെ, പ്രശ്നമില്ല. തെറ്റിദ്ധാരണ ഉണ്ടായിക്കോട്ടെ, പ്രശ്നമില്ല. കാരണം എന്താ? സ്വാഭാവികമായും എൻക്വയറി ഉണ്ടാവും, അന്വേഷണം ഉണ്ടാവും. അന്വേഷണം ഉണ്ടാവണം. അന്വേഷണം ഉണ്ടായിട്ട് ഇന്ന് സംഭവിക്കുന്നത് പോലെ അന്വേഷിച്ചെത്തുന്ന ആളുകൾക്ക് മുന്നിൽ സംഗതി പറഞ്ഞതിനേക്കാളും ഗുരുതരാണ് കേട്ടോ. ഇവരാള് ഒരു വല്ലാത്ത ഒരു അസാമാന്യ തരികിടയുടെ ആളുകളാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ പഴച്ചു, നമ്മൾ വിശ്വാസം തകർന്നു, നമ്മുടെ മൂല്യം തകർന്നു. നേരെ മറിച്ച് അന്വേഷിച്ചെത്തുമ്പോ പറഞ്ഞ പോലെ ഒന്നല്ല, ഇവര് സമാധാനത്തിന്റെ ആളുകളാണ്, ഇവര് മാന്യതയുടെ ആളുകളാണ്, ഇവര് സംസ്കാരത്തിന്റെ ആളുകളാണ്, ഇവര് സൗഹാർദ്ദത്തിന്റെ ആളുകളാണ്, ഇവര് മതേതരത്വത്തിന്റെ വക്താക്കളാണ്. അങ്ങനെ പറയാൻ പറ്റിയോ? അപ്പോഴാണ് നമ്മൾ നമ്മുടെ വിശ്വാസം പോലും പൂർണ്ണമാവുന്നത്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിന്റെ പൊരുൾ. ഇങ്ങനെ പ്രൊപ്പഗണ്ട ഉണ്ടാവും. പ്രൊപ്പഗണ്ട ഉണ്ടാവുമ്പോ അന്വേഷണം ഉണ്ടാവും, എൻക്വയറി. അന്വേഷണം ഉണ്ടാവുമ്പോ ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടത് എന്താ? തികഞ്ഞ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി ഉണ്ടാവണം. എനിക്ക് ബോധ്യപ്പെടണം, ഞാൻ അന്വേഷിച്ച് ഞാൻ കേട്ടതൊക്കെ തെറ്റാ, ഇവര് നല്ലവരാ എന്ന് പറയാൻ ഈ നാട്ടുകാരെ പറ്റി പറഞ്ഞോ? അങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങൾ വിജയിച്ചു, നിങ്ങളുടെ ദാവത്ത് പൂർണ്ണമായി. നിങ്ങളുടെ ദാവത്ത്, ആ ദാവത്തിന്റെ മേഖലയിലേക്ക് നിങ്ങൾ ചെയ്ത ശ്രമം ഫലം കണ്ടു. അല്ലെങ്കിലോ ഈ നാട്ടിനെ പറ്റി അന്വേഷിക്കുമ്പോ നിങ്ങൾ അയൽപക്കത്തും ചാരത്തും ജീവിക്കുന്ന സഹോദര മതസ്ഥര്, ഈ നാടിനെ പറ്റി ഞാൻ അറിഞ്ഞതാ. സൗഹാർദ്ദത്തിന്റെ മണ്ണായി ഇത്. ഇവിടെ പല തരത്തിൽ നിങ്ങളുടെ ഈ പ്രവർത്തനത്തെ പിന്താങ്ങുന്നത് അതിന് ഈ രാജ്യത്തിന്റെ സംസ്കാരം പോലെ, ഈ രാജ്യത്തിന്റെ പൂർവികമായ പാരമ്പര്യം പോലെ, അങ്ങനെ സംശുദ്ധമായ മണ്ണിൽ നിന്നുകൊണ്ടാ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പറയാൻ ഏറെ ആക്കമുണ്ട്, അഭിമാനമുണ്ട്. അങ്ങനെ ഒരു സൗഹാർദ്ദത്തിന്റെ മണ്ണിലിരുന്ന ഇതുപോലത്തെ ഒരു സദസ്സ് പോലും സംഘടിപ്പിക്കുന്നത്, ഒരു സുഹൃത്തിന്റെ സ്ഥലം, നമ്മുടെ ഒരു സഹോദരന്റെ ഒരു സ്ഥലം, അവിടെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള ആശയ പ്രചാരണത്തിന്റെ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത്. നല്ല ലക്ഷണമാണ്. ഈ രാജ്യം അഭിമാനത്തോടെ കണ്ടിരുന്ന കാലമായത്. ഈ രാജ്യത്തിന് സംസ്കാരത്തിന്റെ, ഈ രാജ്യത്തിന്റെ മഹോന്നതമായ പാരമ്പര്യത്തിന്റെ ലക്ഷണമായത്. അങ്ങനെയാ ഈ നാട്ടിലെല്ലാം ഉണ്ടായത്. അങ്ങനെ ഈ രാജ്യത്തിന്റെ ഭാഗമായി നമ്മൾ മാറിയത്. എന്നിട്ട് ആലോചിക്കുക, ഈ സമുദായത്തെ പറ്റി ലോകം മുഴുവൻ പറഞ്ഞു നടക്കുന്ന ഇസ്ലാമോഫോബിയയുടെ, ഇസ്ലാമിനെ പേടിക്കുക, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ഒരു വലിയ അജണ്ടയുടെ അന്വേഷണവുമായി ആളുകൾ വരുമ്പോ അവരുടെ മുമ്പിൽ അതിനെ സാധൂകരിക്കുന്ന തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ല, നമ്മുടെ മക്കളിൽ നിന്നുണ്ടാവാൻ പാടില്ല, നമ്മുടെ യുവാക്കളിൽ നിന്നുണ്ടാകാൻ പാടില്ല. നേരെ മറിച്ച് എന്താ? തേടിയെത്തുന്നവർക്കെല്ലാം ഇവർ യഥാർത്ഥ മതത്തിന്റെ പ്രവാചകന്റെ അനുയായികളാണ്, അവരത് ചെയ്യില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് പോകാൻ അവർക്ക് പറ്റണം. ആ മാനസികമായ നന്മയാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ ദഅവത്ത്, നമ്മുടെയൊക്കെ തീരുമാനത്തിന്റെ കരുത്ത്. അള്ളാഹുവിനോട് നമ്മൾ ചെയ്യേണ്ട കടമയാണ്, അള്ളാഹുവിനോട് നമ്മൾ പുലർത്തേണ്ട മാന്യതയാണ്. ഇസ്ലാമിക സംസ്കാരത്തോട്, ഈമാനിനോട്, വിശ്വാസത്തോട് നമ്മൾ കാണിക്കേണ്ട അടുപ്പവും കടപ്പാടും അതാണ്. ആ കടപ്പാട് തിരിച്ചറിയുമ്പോൾ എല്ലാവർക്കും കിട്ടുന്നത് എന്താ? സാറ്റിസ്ഫാക്ഷൻ ആണ്. അങ്ങനെ വരുമ്പോഴോ ഫലമെന്താ? നിങ്ങളുടെ പേര് ലോകത്ത് ഉയർത്തപ്പെടും. ഇവിടുത്തെ നാട്ടിലൊരാളെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ നാട്ടിലൊരു പ്രമാണിയെ പറ്റി, അല്ലെങ്കിൽ അയൽപക്കത്തെ ഒരു പ്രമാണിയെ പറ്റി നിങ്ങളോട് വന്നിട്ട് പറയാണ് അയാൾ വളരെ മോശമാണ്, അയാളെ പറ്റി ഇങ്ങനെ ഒരു മോശപ്പെട്ട വാർത്ത കേട്ടിട്ടുണ്ട്, നിങ്ങൾ അടങ്ങിയിരിക്കൂ? നിങ്ങൾ അയാളെ പറ്റി അങ്ങനെ ഒരു വാക്ക് കേട്ടാൽ സംഗതി അപ്പടി വിശ്വസിച്ച് നിങ്ങൾ ഇരിക്കൂ? ഇല്ല. എന്ത് ചെയ്യും? ആ നാട്ടുകാരെ കണ്ട ഉടനെ നിങ്ങൾ ചോദിക്കും, പറഞ്ഞതിൽ വല്ല കഥയുണ്ടോ, കേട്ടതിൽ വല്ല യാഥാർത്ഥ്യമുണ്ടോ, ആ പറഞ്ഞ വാർത്ത സത്യമാണോ? അയൽപക്കക്കാരെ കണ്ടാ ചോദിക്കും, ആ മനുഷ്യനെ അറിയുന്നവരെ കണ്ടാ ചോദിക്കും. കാരണം എന്താ? അത് മനുഷ്യ സഹജമാണ്, ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണത്, ഒരു മനഃശാസ്ത്രപരമായ യാഥാർത്ഥ്യമാണ്.
ഒരാളെ പറ്റി തെറ്റിദ്ധാരണ കേട്ടാൽ അയാളെ പറ്റി ഒരു മനസ്സ് അന്വേഷിക്കും ബുദ്ധിയുള്ളവരല്ല. അപ്പൊ അന്വേഷിക്കുമ്പോ ആ നാട്ടുകാരൻ പറയാണ്, ആരാ ഞങ്ങളോട് പറഞ്ഞത്? അങ്ങനെയൊന്നും ആ മനുഷ്യൻ ചെയ്യില്ല, ഞങ്ങൾ അയൽപക്കത്തുള്ള ആളല്ലേ, എന്തുമാത്രം സ്വഭാവ മഹിമയുള്ള ആൾ, ആരാ അയാളെ പറ്റി ഈ കുറ്റം പറഞ്ഞത് എന്ന് നിങ്ങളുടെ അയൽക്കാരൻ പറയൂ, എന്ന് നിങ്ങളുടെ കൂട്ടുകാരൻ പറയുമോ, എന്ന് നിങ്ങളുടെ പരിചയക്കാരൻ പറയുമോ, എന്ന് നിങ്ങളുടെ കൂടെ കിടക്കുന്നവർ പറയുമോ? പറഞ്ഞാൽ അത് മതി. അതാണ് ദഅവത്ത്, അതാണ് മനസ്സിന്റെ നന്മ. അവിടെയാണ് ഒരു തലമുറയെ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുന്ന നേട്ടത്തിന്റെ, ലക്ഷ്യബോധത്തിന്റെ, ആ കർമ്മ സാഫല്യത്തിന്റെ തലങ്ങളിലേക്ക് നമ്മൾ എത്തുക. ഇത് നേടിയെടുക്കാൻ 2 ഘടകങ്ങൾ അനിവാര്യമാണ്. ഒന്ന് പൊരുത്തമാണ്. പൊരുത്തമുണ്ടെങ്കിലേ ഈ പറഞ്ഞ മേഖലയിലേക്ക് പോകാൻ പറ്റൂ. ഇന്ന് ഈ സമൂഹത്തിന് നഷ്ടപ്പെട്ടത് പുതുതലമുറയുടെ അവർ സാമൂഹികമായി ആ സമൂഹത്തിന്റെ ഭാഗമായി അലിഞ്ഞു ചേരുന്നതിൽ ഒരു ചെറിയ തകർച്ച സംഭവിക്കാൻ കാരണം പൊരുത്തം തകർന്നുപോയി. എന്താ പൊരുത്തം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. കണ്ണൂരിലെ ഒരു ഉമ്മയെ പറ്റി ലോകം മുഴുവൻ പറഞ്ഞത് നമ്മൾ കേട്ടു. ആദരണീയനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വിട പറയുന്നതിന് മുമ്പ് ലോകത്തോട് പറഞ്ഞ ഏറ്റവും വലിയ വാക്ക് ആ ഉമ്മയെ പറ്റിയായിരുന്നു. ശിഹാബ് തങ്ങളുടേതെന്ന് ഓർത്തെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്നൊരു വാക്ക് കണ്ണൂരിലെ ആ ഉമ്മയെ പറ്റിയായിരുന്നു. ആ ഉമ്മയെ ചൂണ്ടിക്കാട്ടി ഈ രാജ്യത്തിലെ മതേതരത്വത്തിന്റെ വക്താവായി, ഈ സമൂഹത്തിന്റെ സൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ വെള്ളിവെളിച്ചമായി കണ്ടിരുന്ന ആ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഇത് മുസ്ലിം ഉമ്മയുടെ മാതൃകയാണ്. ഇത് മുസ്ലിം ഉമ്മയുടെ മാതൃകയാണ് കണ്ണൂരിലെ ഉമ്മ. എന്താ ഉമ്മ പറഞ്ഞത്? ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്താ? കാശ്മീരിലെ താഴ്വാരത്ത് ചെന്ന് ഈ രാജ്യത്തിന്റെ അഖണ്ഡതക്ക് നിരക്കാത്ത പണി ചെയ്തു. അവിടുത്തെ തീവ്രവാദികളോടൊപ്പം ചാരത്തുകൂടി അക്രമത്തിൽ ഈ രാജ്യത്തിനെതിരെ പൊരുതിയപ്പോ അവരുടെ വെടിയുണ്ടകൾക്ക് താഴെ വീണുകൊണ്ട് ചിതലിരിക്കുന്ന ശരീരവുമായി അവരുടെ ഒരു മയ്യത്ത് കണ്ടുപിടിച്ചു. ആ മയ്യത്ത് കണ്ണൂരുകാരനായ ഒരു കുട്ടിയുടേതാണെന്ന് മനസ്സിലായി. അപ്പോഴോ ആ വാർത്ത നാട്ടിലേക്ക് പരന്നു. കണ്ണൂരിലെ ആ പാവപ്പെട്ട ഒരു തറവാട്ടിലേക്ക് കയറി വന്നിട്ട് തന്റെ മകൻ കാശ്മീരിലെ തീവ്രവാദികൾക്കിടയിൽ നിന്ന് പടപൊരുതി ഈ രാജ്യത്തിന് നിരക്കാത്ത, സമൂഹത്തിന് നിരക്കാത്ത, സമുദായത്തിന് നിരക്കാത്ത പണി ചെയ്ത ക്രൂരതയുടെ പര്യായമായി നാട്ടുകാർ വെറുക്കുന്ന മകനായി ഇതാ ലോകത്തേക്ക് മരിച്ചു വീണിരിക്കുന്നു എന്ന വാർത്ത അധികം പഠിച്ചിട്ടില്ലാത്ത, വിദ്യാഭ്യാസമില്ലാത്ത സാധാരണക്കാരിയായ ആ നൊന്ത് പ്രസവിച്ച ഉമ്മയുടെ മുമ്പിലെത്തിയപ്പോ ഒരൊറ്റ നിശ്വാസത്തിൽ ഉമ്മ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എനിക്ക് ആ മകന്റെ മയ്യത്ത് കാണണ്ട, എനിക്ക് ആ മകന്റെ മയ്യത്ത് കാണണ്ട. വിളിച്ചു പറഞ്ഞത് കേരളത്തിലെ ഉമ്മമാർക്ക് മാതൃകയായി വിളിച്ചു പറഞ്ഞു. മുസ്ലിം സമുദായത്തിന് അന്തസ് നിവർത്തിപ്പിടിച്ച വാക്കുകൾ വിളിച്ചു പറഞ്ഞു. ആ ഉമ്മ പറഞ്ഞതിന്റെ ലക്ഷണം എന്താ? ഉമ്മ എന്താ പറയാനുള്ള കാരണം? നിങ്ങൾ ആലോചിക്കേണ്ടത്, നൊന്ത് പ്രസവിച്ച 10 മാസം വയറ്റിലിട്ട് പൊറ്റിയ അവൻ വളരുമ്പോ റബ്ബേ എന്റെ പ്രതീക്ഷയാണല്ലോ വളരുന്നത്, എന്റെ വീട്ടിന്റെ അത്താണിയാണ് എന്റെ മകനെന്ന് ബോധം ഓരോ ഉമ്മക്കുമുണ്ട്. അങ്ങനെ മകന്റെ വളർച്ചയിൽ, മകന്റെ ശരീരത്തിൽ വളരുന്ന രോമങ്ങളിൽ, അവന്റെ താടിയിൽ വളരുന്ന താടി രോമങ്ങളിൽ, അവന്റെ മീശപ്പുറത്ത് വരുന്ന മീശ രോമങ്ങളിൽ ഓരോന്നിലും ആശ കണ്ട്, സ്വപ്നം കണ്ട്, പ്രതീക്ഷ വെച്ച്, പ്രത്യാശ വെച്ച് സ്വപ്നങ്ങൾ കൂടുകൂട്ടി വളരുന്നൊരുമ്മ. ആ ഉമ്മ പെട്ടെന്ന് കേൾക്കുന്നത് 3 തുണ്ട് തുണിയിൽ കിടന്നൊരു മയ്യത്തായി നിങ്ങളുടെ വീട്ടിലേക്ക് മകൻ വരുന്നുവെന്ന വാർത്തയാണ്. ആ വാർത്തയിൽ പോലും അടിപതറാതെ, തളരാതെ, പിടയാതെ, ഒരു പകച്ചില് പോലും ഇല്ലാതെ വിളിച്ചു പറഞ്ഞു, എനിക്ക് അവന്റെ മയ്യത്ത് കാണണ്ട. ഒരു നൊന്ത് പ്രസവിച്ച ഉമ്മക്ക് എങ്ങനെയാ പറയാൻ പറ്റിയത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മളൊക്കെ പറഞ്ഞു വെച്ചത് ആ ഉമ്മയുടെ ഒരു വലിയ മനസ്സിനെ പറ്റിയ. എന്നാൽ രണ്ടാമത്തെ ഒരു തല ഉണ്ടതിന്. ആ ഉമ്മക്ക് എങ്ങനെയാണ് ഒരു മനസാക്ഷി കുത്തുള്ള ഒരു ഉമ്മക്ക് പറയാൻ പറ്റൂ? ഇവിടെ ഉണ്ടല്ലോ സഹോദരിമാര്, ഇവിടെ ഉണ്ടല്ലോ നൊന്ത് പ്രസവിച്ച മാതാക്കള്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ മകന്റെ മയ്യത്ത് കാണണ്ട എന്ന് പറയാൻ മനസാക്ഷി കുത്തുള്ള ഒരു ഉമ്മക്ക് സാധിക്കുമോ? കേരളത്തിൽ മാത്രമല്ല, ഒരു നാട്ടിടയന്റെ, ഒരു തെരുവ് പാലന്റെ അമ്മക്ക് സാധിക്കുമോ തന്റെ മകന്റെ മയ്യത്ത് കാണണ്ടെന്ന് പറയാൻ? പിന്നെ എങ്ങനെ മുസ്ലിം സമുദായത്തിൽ ഉമ്മ സ്വർഗത്തിന്റെ കാൽപാദത്തിനടിയിലാണോ സ്വർഗമെന്ന് വിശേഷിപ്പിച്ച അത്രയേറെ ഉമ്മയും മകനുമായി ഒരു പൊക്കൽക്കിടി ബന്ധം പോലെ ചേർത്ത് വെക്കപ്പെട്ട ഈ സമുദായത്തിന്റെ കണ്ണും കരളുമായ മക്കളും മാതാവും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തെ ഒരു നിമിഷം മരുഭൂമി പോലെ വലിച്ചെറിഞ്ഞിട്ട് അങ്ങനെ പറയാൻ ആ മാതാവിന് എങ്ങനെ സാധിച്ചു? ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ ആലോചിക്കണ്ടേ? ആ മാതാവ് പറഞ്ഞ വാക്കിനെ മാത്രം പറയാൻ പറ്റില്ലല്ലോ. എങ്ങനെ അങ്ങനെ ഒരു മനസ്സുണ്ടായത്? ആ മനസ്സാണ് ഇന്ന് ലോകത്തിന്റെ ദുരന്തം. ആ മനസ്സാണ് ഇന്ന് ലോകത്തിന്റെ ഏറ്റവും വലിയ വേദന. എന്താ മനസ്സിന്റെ പ്രത്യേകത? തന്റെ പ്രിയപ്പെട്ട മകന്റെ കാര്യത്തിൽ ആ ഉമ്മക്ക് പൊരുത്തമില്ല. ഉമ്മക്ക് സ്നേഹമുണ്ട്, പക്ഷെ പൊരുത്തമില്ല. എന്താ അതിന്റെ ലക്ഷണം? ആ ഉമ്മയുടെ ചിത്രം കാണാത്തവർ ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ. പത്രങ്ങളിൽ കണ്ടു. ഈ അടുത്ത് നസീറിനെ പിടിച്ചപ്പോ വീണ്ടും ടിവിയിൽ ആ ഉമ്മ വന്നു. പക്ഷേ ഇപ്പോഴും ഒരു കൊല്ലമധികം കഴിഞ്ഞിട്ടും ഇപ്പോഴും ടിവിയിൽ അഭിമുഖത്തിന് വരുന്ന ഉമ്മ നെന്ത് നിലവിളിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് കരഞ്ഞിട്ട് പറയാണ്, മാറത്തടിച്ച് നിലവിളിച്ച് കൂകി വിളിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ മകനെ നഷ്ടപ്പെടുത്തിയതാരാ? എന്റെ മകനെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയതാരാ? അവനെ പിടികൂടണം.
അവൻ ഈ രാജ്യത്തിന് നിരക്കാത്ത പ്രവർത്തികളിലേക്ക് സ്വയം പോയതല്ല, ആരോ കൊണ്ടുപോയതാ എന്ന് പറഞ്ഞുകൊണ്ട് മാറത്തടിച്ച് കരയുന്ന ആ ഉമ്മയുടെ ചിത്രം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാ ഉമ്മ കരയുന്നത്? എന്തുകൊണ്ടാ മാറത്തടിച്ചത്? എന്തുകൊണ്ടാ നിലവിളിക്കുന്നത്? എന്തുകൊണ്ടാ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഇങ്ങനെ ധാരധാരിയായി ഒഴുകുന്നത്? സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? അല്ല. ആ മകനെ കുറിച്ച് ഇപ്പോഴും ആ ഉമ്മക്ക് സ്നേഹമുണ്ട്, പക്ഷേ കാണാനുള്ള പൊരുത്തമില്ല. സ്നേഹമുണ്ട് ഇന്ന് മാതാപിതാക്കൾക്ക് മക്കളോട്, പക്ഷെ പൊരുത്തം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ തലമുറക്ക്. അവിടെയാണ് ഇന്നത്തെ ദുരന്തമെന്ന് ഞാൻ പറഞ്ഞത്. അവിടെയാണ് പ്രൊപ്പഗണ്ടയും എൻക്വയറിയും ഉണ്ടാകുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാതെ പോകുന്നത്, സംതൃപ്തി ഉണ്ടാകാതെ പോകുന്നത്. നിങ്ങളെ മക്കളെ പറ്റി ഒരു വാർത്ത കേൾക്കുമ്പോൾ അത് അന്വേഷിച്ചു വരുന്ന ആൾക്ക് നിങ്ങളെ മക്കൾ അതിനേക്കാൾ മോശമാണെന്ന വാർത്ത കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സ് തകർന്നു പോകുന്നത് അതുകൊണ്ടാണ്. കാരണം എന്താ? ഇന്ന് പൊരുത്തം നഷ്ടപ്പെട്ടു പോയൊരു തലമുറയാ ലോകത്തിന്റെ മുന്നിലുള്ളത്. മക്കൾക്ക് മാതാപിതാക്കളിൽ പൊരുത്തമില്ല, സ്നേഹമുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളിൽ പൊരുത്തമില്ല, സ്നേഹമുണ്ട്. അധ്യാപകർക്ക് ശിഷ്യന്മാരിൽ പൊരുത്തമില്ല, സ്നേഹമുണ്ട്. ശിഷ്യന്മാർക്ക് അധ്യാപകരിൽ പൊരുത്തമില്ല, സ്നേഹമുണ്ട്. എന്താ ഇതിന്റെ പ്രത്യേകത? ഈ വ്യത്യാസം എന്തുകൊണ്ട് വന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്ന് സ്വന്തം മക്കൾക്ക് രോഗം വന്നാൽ, അവർക്കൊരു മുറിവ് വന്നാൽ നിങ്ങൾ ഓടിച്ചെന്നവരെ കൂട്ടിക്കൊണ്ടുപോയി ശുശ്രൂഷിക്കും. അവർക്ക് വേണ്ട മരുന്ന് നിങ്ങൾ വാങ്ങിക്കൊടുക്കും. പെരുന്നാൾ വന്നാൽ, ആഘോഷം വന്നാൽ സുന്ദരമായ വസ്ത്രം അവർക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കും. കാരണം നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ട്. നിങ്ങളുടെ മകൻ മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ നടക്കണമെന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തയുണ്ട്. അവന്റെ കാലിൽ ഒരു കുപ്പിച്ചില്ല് വരുന്നത് പോലും നിങ്ങൾക്ക് ഇഷ്ടമില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ അവനോടുള്ള സ്നേഹം അദമ്യമാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആ മകന്റെ കാര്യത്തിൽ ഒറ്റക്കിരിക്കുമ്പോ നെടുവീർപ്പിട്ടുകൊണ്ട് എത്ര മാതാപിതാക്കൾക്ക് പറയാൻ കഴിയുന്നു, റബ്ബേ ഞാൻ പ്രാർത്ഥിച്ചതുപോലെയാണ് എന്റെ മകൻ വളർന്നത്, ഞാൻ കൊതിച്ചതുപോലെയാണ് എന്റെ മകൻ വളർന്നത്, റബ്ബേ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഇതാ എന്റെ മകൻ വളർന്നു വരുന്നുവെന്ന് അഭിമാനത്തോടെ പറയാൻ പറ്റിയ എത്ര മാതാപിതാക്കൾ ഇവിടെയുണ്ട്. അവിടെയാണ് ദുരന്തം. അതുതന്നെയാണ് ഈ സമൂഹത്തിന്റെ സങ്കടം. പറയാൻ കഴിയുന്നില്ല. മക്കളില്ലാത്തപ്പോ മാതാപിതാക്കൾ പറയുന്നത്, ഞാൻ കൊതിച്ചതുപോലെ എന്റെ മകൻ പഠിക്കുന്നില്ല, ഞാൻ ആശിച്ചതുപോലെ അവൻ പള്ളിയിൽ പോകുന്നില്ല, ഞാൻ കൊതിച്ചതുപോലെ അവൻ നിസ്കരിക്കുന്നില്ല, ഞാൻ ആഗ്രഹിച്ചതുപോലെ നല്ല പെരുമാറ്റം പോലും എന്റെ മകനില്ല. എന്നാൽ ആ മകന് കാലിലൊരു മുറിവ് വന്നാൽ അത് നിങ്ങളെ നന്നായി വേദനിപ്പിക്കും. പക്ഷെ ആ മകനെ ഒരു വേദന പോലും, ഒരു പോറല് പോലും ഏൽക്കാതെ പോറ്റുമ്പോഴും മാതാപിതാക്കൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ പൊരുത്തമില്ല, ആ മതിപ്പില്ല മക്കളിൽ. സ്വന്തം മക്കളുടെ കാര്യമോ അവർക്ക് മാതാപിതാക്കളോട് സ്നേഹമുണ്ട്. പ്രായാധിക്യം കൊണ്ട് വീട്ടിലിരിക്കുമ്പോ ഒരു ചെറിയ രോഗം വന്നാൽ കൂട്ടിക്കൊണ്ടുപോയി ആസ്പത്രി കിടക്കയിലിരുത്തി നിങ്ങളെ ശുശ്രൂഷിക്കാൻ, നിങ്ങൾക്ക് വേണ്ട മരുന്ന് വാങ്ങിത്തരാൻ, നിങ്ങളെ ശുശ്രൂഷിക്കാൻ നിങ്ങളുടെ മക്കൾക്ക് സാധിക്കും. പക്ഷേ നിങ്ങൾ മരിച്ചു മണ്ണോടടിഞ്ഞു ചേർന്നാൽ, എന്റെ ബാപ്പയാണ് എന്നെ നിസ്കരിക്കാൻ പറഞ്ഞയച്ചത്, എന്റെ ഉമ്മയാണ് എന്നെ നുണ പറയാൻ പാടില്ലെന്ന് പഠിപ്പിച്ചത്, എന്റെ ബാപ്പയാണ് ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചത്, എന്റെ ഉമ്മയാണ് ഇത്ര വൃത്തിയിൽ നടക്കണമെന്ന് എന്നെ ശീലിപ്പിച്ചത്, എന്റെ ബാപ്പയാണ് എന്റെ ജീവിതത്തിൽ ഈ സംശുദ്ധത കൈവരണമെന്ന് എന്നെ പഠിപ്പിച്ചത്, എന്റെ ഉമ്മയാണ് എന്റെ ജീവിതത്തിൽ നല്ല പെരുമാറ്റം, നല്ല ശീലം, നല്ല സ്നേഹം, നല്ല അയൽപക്ക ബന്ധം നീ നിലനിർത്തണേ മോനെ, രോഗികളെ പരിചരിക്കണേ മോനെ, മരിച്ചാൽ ആളുകളെ അവിടെ പോയി അവരെ സന്ദർശിക്കണേ മോനെ എന്നെ പഠിപ്പിച്ചത് എന്റെ ഉമ്മയാ, എന്റെ ഉപ്പയാ. അവര് തന്ന ശീലമാ ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതെന്ന് പൊരുത്തത്തോടെ പറയാൻ എത്ര മക്കൾക്ക് ഇന്ന് സാധിക്കുന്നു? എന്ന് വന്നാൽ മാതാപിതാക്കളോട് സ്നേഹമുണ്ട്, പക്ഷേ പൊരുത്തമില്ല, അവരോട് മതിപ്പില്ല, അവരോട് സ്നേഹമുണ്ട്. സ്നേഹമുണ്ടായാൽ പോരാ, പൊരുത്തം വേണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വല്ലാത്ത അത്ഭുതപ്പെടുത്തുന്ന ഒരു പദപ്രയോഗം നടത്തിയത്. റിളർ റബ്ബി ഫീ റിളൽ വാലിദ് വസഖത്തുർ റബ്ബി ഫീ സഖത്തിൽ വാലിദ്. മാതാപിതാക്കൾ, അവരെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ് അള്ളാഹുവിന്റെ പൊരുത്തം, അവരുടെ ദേഷ്യത്തിലാണ് അള്ളാഹുവിന്റെ ദേഷ്യം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സഖത്ത് എന്ന് പറഞ്ഞ ദേഷ്യമാണ്. ദേഷ്യത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? സ്നേഹമാണ്. പക്ഷെ സ്നേഹത്തിന് പകരം സഹത്തിന്റെ ഓപ്പോസിറ്റ് റിളയൊന്നുമില്ല, ദേഷ്യത്തിന്റെ ഓപ്പോസിറ്റ് സ്നേഹമാണ്. പക്ഷെ ദേഷ്യത്തിന് പകരമായിട്ട് പ്രവാചകൻ പ്രയോഗിച്ചത് ഹുബ് എന്നല്ല, റിള എന്നാണ്. അവിടെയാണ് ഇതിന്റെ വ്യത്യസ്തത. ഹുബ്ബുല്ലാഹി ഫി ഹുബ്ബിൽ വാലിദ്,
അള്ളാന്റെ സ്നേഹം മാതാപിതാക്കളോട് സ്നേഹമാണ്. അതല്ലേ ദേഷ്യം എന്ന് പറയുമ്പോ അതിനോട് ചേരുക. ദേഷ്യം എന്ന് പറഞ്ഞാൽ സ്നേഹമല്ലേ ചേരുക. പക്ഷെ അള്ളാഹുവിന്റെ റസൂല് പ്രയോഗിച്ചെന്താ? ദേഷ്യത്തിന് പകരം റിള, തൃപ്തി എന്നൊരു പദം. അവിടെയാണ് തൃപ്തിയുടെ പൊരുള്. പൊരുത്തണ്ടാവുക, മാതാപിതാക്കൾക്ക് പൊരുത്തണ്ടാവുക മക്കളെ കുറിച്ച്. എന്നാൽ അള്ളാഹ്ക്ക് പൊരുത്തണ്ടാവും. മാതാപിതാക്കൾക്ക് ദേഷ്യം ഉണ്ടായോ? അള്ളാഹ്ക്കും ദേഷ്യമാണ്. ഇന്ന് ആളുകളൊക്കെ വിചാരിക്കുന്നത് സ്വന്തം മാതാപിതാക്കളെ പൊരുത്തത്തിന്റെ ഒന്നും കഥയില്ല, അള്ളഹാനോട് കുറെ ദിക്റും സ്വലാത്തും ചൊല്ലിയ പടച്ചോൻ അങ്ങോട്ട് എടുക്കുന്നതാണ്. ഇല്ല. സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കാത്ത മക്കള് പള്ളി കിടന്ന് എത്ര കുത്തിത്തിരിഞ്ഞാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക്, പൊരുത്തത്തിലേക്ക് നടന്നെടുക്കാൻ കഴിയില്ല. കാരണം ആത്യന്തികമായി ചെയ്യേണ്ടത് ഇവിടെ ചെയ്യണം. അത് പൊരുത്തണ്ടാക്കല. മക്കളെ കാര്യത്തിൽ നിങ്ങൾ എത്ര തിരിഞ്ഞു നോക്കാതെ, നിങ്ങളുടെ മക്കൾ വഴികേടിലാകുന്ന കാലം അത്രയും പള്ളി കയറി കുറെ തസ്ബീഹമാല എടുത്ത് ചൊല്ലിയത് കൊണ്ട് മാത്രം സ്വർഗത്ത് കിടക്കില്ല. ഈ മക്കളെ കാര്യത്തിൽ അള്ളാഹിനോട് സമാധാനം പറയേണ്ടി വരും. യാ വൈലത്താല മത്തഖദ് ഫുലാനൻ ഖലീല, ഇത്ര വൃത്തികെട്ട കൂട്ടുകാരനെ എന്തിനാ പടച്ചോനെ ഞാൻ കൂട്ടി നടന്നത് എന്ന് മൂക്കത്ത് കൈവച്ചുകൊണ്ട് നൊമ്പരപ്പെട്ടുകൊണ്ട് നമ്മുടെ മക്കൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ആ മക്കൾ നാളെ മാതാപിതാക്കൾക്കെതിരെയും സാക്ഷി നിൽക്കും. നിങ്ങൾ ആലോചിക്കേണ്ടത്, ലോകത്തിലെ മനുഷ്യന്റെ ശത്രു ആരാ? ഇബ്ലീസാണ്. ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ, വ്യക്തമായ ശത്രു ഇബ്ലീസാണ്. ആ ഇബ്ലീസിനെ ലോകത്തെ ഏറ്റവും വലിയ ശത്രുവായിട്ടാണ്, മുസ്ലിമിന്റെ ശത്രുവായിട്ടാണ് പ്രവാചകൻ പരിചയപ്പെടുത്തിയത്. എന്നാൽ നിങ്ങൾ അറിയോ, ആ ഇബ്ലീസിനെ ശത്രുവായി പരിചയപ്പെടുത്തിയ ഇസ്ലാം അതിനേക്കാളും വലിയൊരു ശത്രുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആരാന്നറിയോ? അത് മാലും ഔലാദും നിങ്ങളുടെ ശത്രുവാണ്. അതുവല്ലക്കും നിങ്ങളുടെ ശത്രുവാണ്. മറ്റൊരു ഹദീസിലുണ്ട്. എന്താ ഇതിന്റെ പൊരുള്? സ്വന്തം മക്കള് ശത്രുവാണത്രേ, പിശാചിനേക്കാൾ വലിയ ശത്രു. എങ്ങനെയാ വാങ്ങുന്നത്? അവിടെയാണ് യുവാക്കളുടെ ഈ മാറ്റത്തിന്റെ നന്മ നമ്മൾ എല്ലാവരും ഏറ്റെടുക്കണം. അവരെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല എന്നതിന്റെ പൊരുള്. കാരണം സ്വന്തം മക്കള് പിശാചിനേക്കാളും വലിയ ശത്രുവാകും. സ്വന്തം മക്കൾ നന്നായാലും സ്വർഗം തരാൻ വേറെ ആരും വേണ്ട, അവര് മതി. അതാണ് ഇതിന്റെ പൊരുള്. മോശമായാൽ ഇബ്ലീസിനേക്കാളും വലിയ മോശക്കാരാണ്. കാരണം എന്താ? ഇബ്ലീസിനൊരു മനുഷ്യനെ, ഒരു പിശാചിനൊരു മനുഷ്യനെ എപ്പോഴാ നശിപ്പിക്കാൻ കഴിയുക? നിങ്ങളെ ദുനിയാവിൽ മാത്രമല്ലേ പിശാചിന് നിങ്ങളെ കൂടെ കൂടാൻ പറ്റൂ. എന്നിട്ട് നിങ്ങൾ ആഖിറം വഷളാക്കും. ദുനിയാവിൽ എന്റെ കൂടെ കൂടി എന്നെ പിശാച് വഴിതെറ്റിപ്പിക്കും, നിങ്ങളെ വഴിപിഴപ്പിക്കും. അത് ദുനിയാവിലേ നടക്കൂ. പക്ഷേ ദുനിയാവും ആഖിറവും ഒരുപോലെ വഷളാക്കാൻ പറ്റിയ ഒരു ശത്രു അത് നിങ്ങളുടെ മക്കളാണ്. എങ്ങനെയത്? ദുനിയാവിലെ മക്കളെ മോശമായാൽ, ദുനിയാവിലെ സ്വന്തം മക്കളെ മോശമായാൽ ആ മാതാപിതാക്കൾക്ക് തലനിവർത്തി നടക്കാൻ പറ്റില്ല. ആ മകന്റെ ബാപ്പ, ആ ബാപ്പന്റെ മകൻ എന്ന് വിളിച്ചുകൊണ്ട് കളിയാക്കി കൂകി വിളിക്കുന്ന കാലമത്രയും ആ ഉമ്മാക്കും ഉപ്പാക്കും തലനിവർത്തി നെഞ്ചു വിരിച്ചുകൊണ്ട് അഭിമാനത്തോടെ നടക്കാൻ കഴിയില്ല. ഇനി മക്കള് ദുനിയാവില് മോശമായാൽ ദുനിയാവിൽ അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയില്ല. ആഖിറത്തിലോ ആ മക്കള് ആഖിറത്തിലും നിങ്ങൾക്കെതിരെ സാക്ഷി നിൽക്കും. ദുനിയാവില് നിങ്ങളുടെ അഭിമാനവും സൽപ്പേരും ഖ്യാതിയും അന്തസ്സും കളഞ്ഞ മകൻ നാളെ സ്വർഗത്തിലെ നാളെ മഹ്ശറാവൻ സഭയിലെത്തുന്ന സമയത്ത് തന്റെ അല്ലാഹുവിനോട് അവൻ വിളിച്ചു പറയും, നാഥാ, ഞാൻ കള്ളുകുടിക്കാൻ കാരണക്കാരൻ എന്റെ ബാപ്പയാ, എന്റെ ഉമ്മയാ. ഏതസമയത്തും അർദ്ധരാത്രിയിലും വീട്ടിലേക്ക് കടന്നു വരുമ്പോ പരാതിയില്ലാതെ പരിഭവമില്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് ഭക്ഷണം തന്ന എന്റെ ഉമ്മ, എന്റെ കൈ പിടിച്ച് വീട്ടിൽ കടത്തി എന്നെ താലോലിച്ച എന്റെ വാപ്പ, ചെറുപ്പത്തിലെ ഞാൻ വഴികെടുന്നത് കണ്ടിട്ട് ഒരു പ്രതിഷേധവും ഒരു പ്രയാസവും ഒരു തിരുത്തുമില്ലാതെ എന്നെ കൊണ്ടു നടന്ന മാതാപിതാക്കള്, റബ്ബേ, അവരാണ് യഥാർത്ഥത്തിൽ കുറ്റവാളികള്. ഞാൻ കള്ളുകുടിച്ചതിന്റെ പിന്നിൽ അവരാ, ഞാൻ നുണ പറഞ്ഞതിന്റെ കാരണക്കാരവരാ. അസമയത്ത് അർദ്ധരാത്രിയിൽ വീട്ടിൽ വന്നിട്ട് മോനെ നീ എവിടെയാടാ എന്ന് ചോദിക്കുമ്പോ ഞാൻ എന്റെ മാതാപിതാക്കളോട് ഞാൻ ഇവിടെയായിരുന്നു, ഞാൻ അവിടെയായിരുന്നു എന്ന് നുണ പറയുമ്പോ അന്വേഷിക്കാനുള്ള മനസ്സുപോലുമില്ലാതെ കണ്ണടച്ച് വിശ്വസിച്ചു എന്നെ. ഞാൻ പിന്നെ നല്ല ഒന്നാന്തരം നുണ പറയുന്നവനായി, ഒന്നാന്തരം മോഷ്ടാവായി, ഒന്നാന്തരം കള്ളുപിടിയനായി മാറി, ഒന്നാന്തരം പെണ്ണുപിടിയനായി മാറി. അങ്ങനെ വഴിപിഴച്ചപ്പോ ഒടുവിൽ എന്റെ മക്കളെ കൈമലർത്തിക്കൊണ്ട്, മക്കള് വഴിപിഴച്ചല്ലോ തമ്പുരാനെ എന്ന് കൈമലർത്തി പ്രാർത്ഥിച്ച എന്റെ മാതാപിതാക്കള് അവരാണ് കുറ്റക്കാര് റബ്ബേ. അതുകൊണ്ട് എന്നെ നരകത്തിലിടുന്നതിന് മുമ്പ് എന്റെ ബാപ്പയെ പിടിച്ചു കൊണ്ടുപോ, എന്റെ ഉമ്മയെ പിടിച്ചു കൊണ്ടുപോ എന്ന് പറയുന്ന മക്കള് വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അപ്പോ സമുദായത്തിൽ മോശമായാൽ ഇബ്ലീസിനേക്കാൾ കൂടുതൽ മോശമാകാൻ പറ്റിയ ആളുകളാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ. നന്നായാലോ സ്വർഗം തരാൻ വേറെ ആരും വേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത്, മൂസാ കലീമുല്ലാഹിയോടുരക്കുന്നു വന്നിക്കലാം മാതാപിതാക്കളെ വേണ്ടത്. മൂസാ കലീമുല്ലാഹിയോടുരക്കുന്നു വന്നിക്കലാം മാതാപിതാക്കളെ വേണ്ടത്. ദീർഘായുസാണത് കാരണം ലഭിക്കുന്നത്,
ദീർഘായുസാണത് കാരണം ലഭിക്കുന്നത്. നിന്ദിക്കുകയിൽ ഇതിനൊക്കെയും മക്സാണ്. മുതലും ചുരുങ്ങും മക്കളും എതിരാകും. മൂസാ കലീമുല്ലാഹിയോടുണർത്തുന്നു വന്നിക്കലാം മാതാപിതാക്കളെ വേണ്ടത്. നിന്ദിക്കുകയിൽ ഇതിനൊക്കെയും മക്സാണ്. മുതലും ചുരുങ്ങും മക്കളും എതിരാകും. ദീർഘായുസ് കിട്ടണോ, വരുമാനത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണോ, നല്ല മക്കൾ ഉണ്ടാവണോ, വേറൊന്നും ലക്ഷ്യം വെക്കണ്ട, മാതാപിതാക്കളെ പിന്തുടർന്നാൽ മതി. രണ്ടാമത്തതോ, അവരെ മോശമായി നിന്ദിച്ചാൽ അത് കാരണം മുതൽ ചുരുങ്ങും, മക്കൾ എതിരാകും, കുടുംബ ദീർഘായുസ് നഷ്ടപ്പെടും, ജീവിതത്തിന്റെ സമാധാനം തകരും. അങ്ങനെ സമൂഹത്തില് അടിസ്ഥാനപരമായി മക്കൾ അങ്ങോട്ടും മാതാപിതാക്കൾ ഇങ്ങോട്ടും ഉത്തരവാദിത്തം കാണിക്കേണ്ടവരാണ് കുടുംബജീവിതം എന്ന് ചുരുക്കം. അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഒരു ശുഷ്കാന്തി, അങ്ങനെ ഒരു ഉത്തരവാദിത്തം യുവാക്കൾ മാതാപിതാക്കളോടും മാതാപിതാക്കൾ യുവാക്കളോടും കാണിച്ചാലല്ലാതെ ഈ ഉത്തരവാദിത്തം തീരില്ല എന്റെ പ്രിയമുള്ളവരെ. അപ്പോഴേ സമൂഹത്തിന്റെ ധർമ്മബോധം ഉണരൂ, അപ്പോഴേ ലോകത്ത് നല്ല മക്കൾ ഉണ്ടാവൂ, അപ്പോഴേ സമുദായത്തിന് അഭിമാനിക്കാൻ കഴിയുന്ന മക്കൾ ഉണ്ടാവൂ, അപ്പോഴേ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈയൊഴിയാൻ രക്ഷിതാക്കളെ നിങ്ങൾക്ക് പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറ്റണം. ഈ ഒരു മാനസികമായ തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണാൻ പറ്റണം. അങ്ങനെ കാണുമ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തം സ്വാഭാവികമായി നമ്മളിലേക്ക് വരും. അങ്ങനെ വരുമ്പോ ഒന്നാമത്തെ ഘടകം ഈ പൊരുത്തം ഉണ്ടാക്കിയെടുക്കലാണ്. ഈ പൊരുത്തം ഉണ്ടാക്കിയാൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഓരോരുത്തരും അനുസരണയല്ല അനുകരണം ഉണ്ടാവുക എന്നുള്ളതാണ്. ആലോചിച്ചുകൊണ്ടൊരു പദമാണ്. അനുസരണയല്ല അനുകരണം ഉണ്ടാവണം, മാതാപിതാക്കൾക്കും യുവാക്കൾക്കും. ഇതുണ്ടാവണമെങ്കിൽ എങ്ങനെ? പൊരുത്തമുണ്ടാവുക എന്ന് പറയുന്നത് അള്ളാഹുവിലും മാതാപിതാക്കളിലും പൊരുത്തമുണ്ടാവുക എന്ന് പറയുന്നത് ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആലോചിക്കേണ്ടത്, പൊരുത്തമുണ്ടാകുന്നിടത്ത് അനുകരണം ഉണ്ടാവും, സ്നേഹമുണ്ടാകുന്നിടത്ത് അനുസരണയുണ്ടാവും. ഉദാഹരണത്തിന്, രാജ്യത്തോട് നമുക്ക് സ്നേഹമുണ്ട്. അപ്പോ ഈ രാജ്യത്തിൽ ട്രാഫിക് നിയമങ്ങളുണ്ട്, ഈ രാജ്യത്തിൽ പലവിധ നിയമങ്ങളുണ്ട്, പല ആക്ടുകളുണ്ട്. പക്ഷെ ഈ ആക്ടുകളോടെല്ലാം, നിയമങ്ങളോട്, സംവിധാനങ്ങളോട്, ഈ ട്രാഫിക് നിയമങ്ങളോട്, ഇതിനോടൊക്കെ ആളുകളുടെ സമീപനം എങ്ങനെയാ? അനുസരിക്കും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ വലിയ മതിപ്പൊന്നുമില്ല. പക്ഷെ അതില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. നികുതി അടക്കണമെന്ന് നിങ്ങളോട് രാജ്യം പറയുന്നു. അപ്പൊ രാജ്യത്തിന് ജീവിക്കേണ്ടതുകൊണ്ട് നമ്മൾ നികുതി അടക്കുന്നു. പക്ഷെ നികുതി അടക്കുമ്പോ എന്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷമാണ് ഞാൻ കൊണ്ടുപോയി അടക്കുന്നത് എന്ന മനസ്സംതൃപ്തിയോട് ആരെങ്കിലും പോയി അടക്കോ? ഇല്ല. നേരെ മറിച്ച് ഉള്ളിന്റെ ഉള്ളില് ഒരു വല്ലാത്ത ഒരു മാനസികമായ ഒരു അവസ്ഥയിലാണ് കൊണ്ടടക്കുക. കാരണം നിയമത്തെ നിങ്ങൾ അംഗീകരിക്കുകയാണ്, അനുസരിക്കുകയാണ്. ഈ രാജ്യത്തിലെ കോടതി നിയമങ്ങൾ എന്ന് പറയുന്നത് മനസ്സംതൃപ്തിയോടുകൂടിയല്ല ഒരു കുറ്റവാളി ഏറ്റെടുക്കുന്നത്. നേരെ മറിച്ച് അനുസരിക്കാതെ നിർവാഹമില്ല. ഒരു നിയമം ഉണ്ടായോ അനുസരിച്ചേ പറ്റൂ. അപ്പൊ ഈ രാജ്യത്തിന്റെ ഭാഗമാവുക എന്ന് പറയുമ്പോൾ നിയമം അനുസരിച്ചേ പറ്റൂ. പക്ഷെ ഇതിന് രണ്ടാമത്തെ ഒരു തലയുണ്ട്, അനുകരിക്കുക. ഞാൻ ചോദിക്കുന്നത്, മഹാത്മാഗാന്ധിയെ ഉയർത്തിക്കാട്ടുന്ന ഒരുപാട് പേരുണ്ട്, കാറൽ മാക്സിനെ ഉയർത്തിക്കാട്ടുന്ന ഒരുപാട് പേരുണ്ട്, നെൽസൺ മണ്ടേലയെ വാനോളം പുകഴ്ത്തുന്നവർ ലോകത്തുണ്ട്, ബെഞ്ചമിനെ ഒരു കാലത്ത് പുകഴ്ത്തിയിരുന്നവർ ലോകത്തുണ്ട്, ഹ്യൂഗോ ചാവേസിനെ ലോകത്ത് പുകഴ്ത്തി പറഞ്ഞവർ ലോകത്തുണ്ട്. അങ്ങനെ ഓരോരുത്തർ, ജവഹർലാൽ നെഹ്റുവിനെ ഉയർത്തി കാണിച്ചവർ ലോകത്തുണ്ട്. അങ്ങനെ ആളുകളെയൊക്കെ പലരും ഉയർത്തി കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ആളുകളെ ഉയർത്തിക്കാട്ടിയവരിൽ എത്ര ആളുകൾ ജീവിതത്തിൽ ആത്മാർത്ഥമായി ഇവരെ സ്വീകരിക്കുന്നു? ഗാന്ധിജിയെ അത് ലോകത്തിന്റെ ഏറ്റവും നല്ല വ്യക്തിത്വമായി കാണിക്കുന്ന ആളുകൾ അതിൽ എത്ര ശതമാനം ആളുകൾ ഗാന്ധിജിയുടെ ദർശനങ്ങളെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നുണ്ട്? ന്യൂനപക്ഷമാണ്. ജവഹർലാൽ നെഹ്റുവിനെ ഏറ്റവും നല്ല പ്രധാനമന്ത്രിയായി, ഏറ്റവും നല്ല നായകനായി കാണുന്നവരിൽ എത്ര പേർ നെഹ്റുജിയുടെ ജീവിതത്തിന്റെ സങ്കല്പങ്ങളെ, സ്വപ്നങ്ങളെ, ദർശനങ്ങളെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാവുന്നുണ്ട്? കാറൽ മാക്സിനെ ഏറ്റവും വലിയ സമാധാന സങ്കല്പം പറഞ്ഞു വെച്ച ലോകത്തിന്റെ വിപ്ലവ നായകനായി കാണുന്ന എത്ര ആളുകൾ കാറൽ മാക്സിന്റെ ചിന്തയെ, ജീവിതത്തെ, വിശ്വാസത്തെ, ആദർശത്തെ, ആശയത്തെ, സ്വഭാവത്തെ, വിചാരത്തെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാവുന്നുണ്ട്? ന്യൂനപക്ഷമാണ്. അങ്ങനെ ഓരോരുത്തരെടുത്ത് നോക്കിക്കോ. അള്ളാഹുവിന്റെ പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉദാഹരിക്കുന്നവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പ്രവാചകനെ ഉദാഹരിക്കുന്നവരെല്ലാം സംശുദ്ധമായി പ്രവാചകന്റെ ജീവിതത്തിന്റെ സകല സങ്കല്പങ്ങളെയും ഹൃദയത്തിലേറ്റുന്നുണ്ടോ? ഇല്ല, കുറഞ്ഞു പോകുന്നു. ആലോചിക്കുക. സ്നേഹം കൊണ്ട് അനുസരണീയം ഉണ്ടാവൂ, അനുകരണം ഉണ്ടാവില്ല. ആളുകൾക്ക് വേണ്ടത്, സമുദായത്തിന് ഇനി വേണ്ടത് നല്ല തലമുറയുണ്ടാകണമെങ്കിൽ അനിവാര്യം അനുസരണയല്ല അനുകരണമാണ്. എന്നെ നിങ്ങൾക്ക് മാതൃകയാക്കാൻ പറ്റണം, നിങ്ങളെ എനിക്ക് മാതൃകയാക്കാൻ പറ്റണം.
ആ മാതൃകയാണ് വിലായത്ത്, ആ മാതൃകയാണ് രക്ഷാധികാരം എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിക്കുക, വിശുദ്ധ ഖുർആനിൽ ഒരു വാക്കുണ്ട്, അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅദുഹും ഔലിയാഉ ബഅദ് ബഅദുഹും ഔലിയാഉ ബഅദ് അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅദുഹും ഔലിയാഉ ബഅദ്. വിശ്വാസികളും വിശ്വാസിനികളും യഥാർത്ഥത്തിൽ ഔലിയ ബഅദുഹും ഔലിയാഉ ബഅദ്, അവർ ചിലരുടെ ഉത്തരവാദിത്തമുള്ള രക്ഷിതാക്കളാണ്. നിങ്ങൾ എന്റെ രക്ഷിതാവാണ്, ഞാൻ നിങ്ങളുടെ രക്ഷിതാവാണ്. അങ്ങനെ രക്ഷകർത്തൃത്വം ഉണ്ടാകണമെങ്കിൽ ഏറ്റവും പ്രധാനം നമ്മൾ പരസ്പരം തിരുത്താനും മാതൃകയാക്കാനും പറ്റിയവരാണെന്ന് ചുരുക്കം. പിതാവിന് മക്കളെ, മക്കൾക്ക് പിതാവിനെ, മാതാപിതാക്കൾക്ക് തന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, പെൺകുട്ടികൾക്ക് മാതാപിതാക്കളെ, ശിഷ്യന്മാർക്ക് ഗുരുവര്യനെ, ഗുരുവര്യന് ശിഷ്യരെ, ഓരോരുത്തരെയും അവരെ സ്വീകരിക്കാൻ, അവരെ അഭിമാനത്തോടെ പിന്തുടരാൻ, മാതൃകയാക്കാൻ, അനുകരിക്കാൻ സാധിക്കുമോ? അവിടെയാണ് ജീവിതത്തിന്റെ വിശുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ അനുസരണയുണ്ടായത് കൊണ്ടായില്ല, നേരെ മറിച്ച് അനുകരണം ഉണ്ടാവണം, മാതൃകയാക്കപ്പെടുന്ന ഒരു ജീവിതം ഉണ്ടാവണം. അങ്ങനെ സ്വയം ഒരു ദഅവത്തിന്റെ മാതൃകയാവാൻ, ഒരു പ്രബോധനത്തിന്റെ ശില്പമാവാൻ, ഒരു പ്രബോധനത്തിന്റെ ജീവിതമാകാൻ അവനവനെ സംബന്ധിച്ചിടത്തോളം കഴിയണം. അത് സാധിക്കുന്ന കാലത്ത് മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ചില ധർമ്മങ്ങൾ നിർവഹിക്കാൻ, ലോകത്ത് ചില അന്തസ്സോടെയുള്ള ചില ധർമ്മങ്ങൾ നിർവഹിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ സാധ്യതയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യം. അപ്പോ ഈ ഒരു പൊരുട് അനുകരിക്കപ്പെടുന്ന ആളുകളായി നമ്മൾ മാറണം, മാതൃകയാക്കപ്പെടുന്നവരായി നമ്മൾ മാറണം. അല്ലെങ്കിലോ ബന്ധങ്ങൾ തകരും. അവിടെയാ പറ്റുക, മാതാപിതാക്കളെ പറ്റി മക്കൾക്ക് യാതൊരു സ്നേഹബോധം ഉണ്ടാവില്ല, യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല, മതിപ്പുണ്ടാവില്ല. അങ്ങനെ വരുമ്പോ കുടുംബ ബന്ധം മോശമാവും, അയൽപക്ക ബന്ധം മോശമാവും, നമ്മുടെ സ്നേഹബന്ധങ്ങൾ പോലും തളരും, രക്തബന്ധങ്ങൾ പോലും തളരും. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത് ഒരു ഇന്റർനെറ്റിലൂടെ വന്ന കഥകളുടെ കൂട്ടത്തിൽ ഒരു സ്ലൈഡ് പ്രസന്റേഷനിലൂടെ വന്നൊരു കഥ, ഒരു സാധാരണഗതിയിൽ പറഞ്ഞു വെക്കുന്ന ഒരു കഥ പറയാറുണ്ട്. ഒരു വല്ലാത്ത ഒരു കുടുംബ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു തകർച്ചയുടെ ലക്ഷണം പറയുന്ന ഒരു കഥയാണ്. രണ്ട് ശവങ്ങൾ കൊണ്ടുപോവാണ്. അപ്പൊ രണ്ട് ശവങ്ങൾ കൊണ്ടുപോകുമ്പോ തൊട്ടു പിറകില് ഒരു അൽസേഷ്യൻ നായയെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു കാരണവരെ കയ്യിൽ ഒരു അൽസേഷ്യൻ നായ ഇങ്ങനെയുണ്ട്, മുമ്പിൽ രണ്ട് മയ്യത്തും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ ഇത് ഒരു ചെറുപ്പക്കാരൻ അതുവഴി നടന്നു പോയപ്പോ വല്ലാത്ത അത്ഭുതം തോന്നി. എന്താ കാരണം നിങ്ങൾ, ഈ മയ്യത്തിന്റെ തൊട്ട് പിറകിലായി ഒരു 100-300ഓളം ആളുകൾ ഇങ്ങനെ ഒരാൾക്ക് ശേഷം ഒരാളെന്ന രൂപത്തിൽ വരിവരിയായി നിന്നിരിക്കുക. അപ്പൊ 300 ആളൊക്കെ പങ്കെടുക്കുന്ന ഒരു ശവസംസ്കാര ചടങ്ങ് എന്നൊക്കെ പറഞ്ഞാൽ ആരോ ഒരു നാട്ടിലെ പ്രമാണിയാണ് മരിച്ചത്. മാത്രമല്ല ഒന്നിച്ച് രണ്ടാൾ മരിക്കണമെങ്കിൽ എന്തോ ഒരു സാഹചര്യം ഉണ്ടെന്നൊക്കെയുള്ള രൂപത്തിൽ, ഒരു നല്ല വലിയ മരണാണെന്നൊക്കെയുള്ള രൂപത്തിൽ ചെറുപ്പക്കാരൻ ഇങ്ങനെ വിചാരിക്കാൻ. പക്ഷെ ചോദിക്കാതിരിക്കാൻ തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഈ ചെറുപ്പക്കാരൻ ഈ മയ്യത്തിന്റെ കൂടെ കൂടാൻ വേണ്ടിയിട്ട് 300 ആള് നിൽക്കുന്ന ലൈനിൽ ഇടയിൽ കയറാൻ നോക്കി. ഇടയിൽ കയറാൻ നോക്കിയപ്പോൾ ഉടൻ എന്ത് ചെയ്തെന്നറിയോ, ഒരാൾ തള്ളി അങ്ങോട്ടു, ഒരാൾ തള്ളി പുറത്താക്കി. സാധാരണഗതിയിൽ റേഷൻ ഷോപ്പിലും അതുപോലെ ഓഫീസുകളിലൊക്കെ ക്യൂ നിൽക്കുമ്പോഴേ ഇടയിൽ കയറരുത് എന്നുള്ള നിയമമുള്ളൂ. പക്ഷെ ശവത്തെ കൊണ്ടുപോകുമ്പോഴൊന്നും ഇടയിൽ കയറാൻ പാടില്ല എന്നൊന്നുമില്ല. കാരണം ഇടയിൽ കയറിയാലും ഇത് വലിയ മത്സരമുള്ള കേസൊന്നുമല്ല, ആർക്കും നിൽക്കാം. പക്ഷെ ഈ ചെറുപ്പക്കാരൻ ഇടയിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട താമസം തള്ളി അങ്ങോട്ട് പുറത്താക്കി. അപ്പൊ ഇവനൊരു പിടുത്തവും കിട്ടണില്ല, എന്താ കാര്യം എന്ന് മനസ്സിലാവണില്ല. ഉടനെ മുമ്പ് ചെന്നിട്ട് കാരണവരോട് ചോദിച്ചു, അല്ല കാരണവരെ എന്താ പ്രശ്നം, ആരാ മരിച്ചത്? അപ്പൊ അയാൾ പറഞ്ഞു, ഒരു അച്ഛനും അമ്മയാണ് മരിച്ചത്. അപ്പൊ ചോദിച്ചു, എങ്ങനെ ഒറ്റയടിക്ക് രണ്ടാളും മരിച്ചത്? അപ്പൊ പറഞ്ഞു, ഇതൊരു അപകടത്തിൽ മരിച്ചതാ. എങ്ങനെ, വാഹന അപകടമാണോ? അല്ല. പിന്നെങ്ങനെ രണ്ടാളും ഒന്നിച്ചു മരിച്ചു കിട്ടി? അപ്പൊ പറഞ്ഞു, അത് പിറകിലൊരു നായയെ കണ്ടു. എന്താ നായന്റെ പ്രത്യേകത എന്നറിയോ? ഇല്ല. എന്താ പ്രശ്നം വെച്ചാൽ ഈ നായ ഒരു 5 മിനിറ്റ് വ്യത്യാസത്തിൽ രണ്ടുപേരെയും ആക്രമിച്ച് കൊലപ്പെടുത്തിയതാ. ആദ്യം അച്ഛനെ പിടിച്ച് കൊലപ്പെടുത്തി, പിന്നെ അമ്മേനെ പിടിച്ച് കൊലപ്പെടുത്തി. 5 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ രണ്ടാള് ലോകത്തോട് വിട പറഞ്ഞു. കാരണക്കാരൻ വേറെ ആരുമല്ല, ഇത് ഈ കുറച്ചോണ്ടിരിക്കുന്ന നായയാണ്. അപ്പോ ഉടനെ ഇത് പറഞ്ഞപ്പോ കാരണവരോട് ചെറുപ്പക്കാരൻ അടുത്ത് നിന്നിട്ടൊരു ചോദ്യം ചോദിച്ചു, ഏതായാലും രണ്ടാളും പോയല്ലോ, പോയ സ്ഥിതിക്ക് ഈ നായനെ ഇനി ആർക്കും കുടുംബത്തിൽ ഇഷ്ടം ഉണ്ടാവില്ല, കാരണം അച്ഛനും അമ്മനെയും കൊന്ന നായയാണ്. അപ്പൊ ഞാനൊരു കാരണവരോട് ചോദ്യം ചോദിച്ചോളെ, ഈ നായയെ ഒരാഴ്ചത്തേക്ക് എനിക്കൊന്ന് തരൂ, ഒറ്റ ആഴ്ചത്തേക്ക്? അപ്പൊ കാരണവരോട് ചോദിച്ചു, എന്തിനാ നിനക്കൊരാഴ്ചത്തേക്ക് നായ? ഒന്നുമില്ല, വീട്ടിലുണ്ട്, എന്റെ വീട്ടിലുണ്ട് ഇതുപോലൊരു അച്ഛനും അമ്മയും, അവരിങ്ങനെ പ്രായമായി നിൽക്കാണ്, പോണില്ല അത്ര പറഞ്ഞിട്ടും. അപ്പൊ ഈ നായ അവിടെ ഒരാഴ്ച കിട്ടിയാൽ ഇതുപോലെ രണ്ടാളെയും കൊണ്ടുപോകല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സുഖത്തിന് വേണ്ടി ഒരാഴ്ചത്തേക്ക് നായ ഒന്ന് തരണം. കാരണവരുടെ സ്വഭാവം മാറി.
കണ്ണ് തുറച്ചു നോക്കിയിട്ട് കാരനോട് പറഞ്ഞു, ഇതാ നിന്റെ ആവശ്യമെങ്കിൽ പോയിട്ട് ഏറ്റവും അവസാനം നിൽക്കാൻ പറഞ്ഞു, 301 ആളായിട്ട് നിൽക്കാൻ. അപ്പൊ ഇവരോട് പിടുത്തം കിട്ടില്ല. അപ്പൊ ചോദിച്ചു, എന്താ 301 ആളായി നിൽക്കാൻ? ഇവര് പറഞ്ഞു, ഇക്കണ്ട 300 ആൾ ഇയാളെ കുടുംബക്കാരൊന്നല്ല, ഈ മരിച്ച ആളെ ബന്ധപ്പെട്ടവരൊന്നല്ല, ഈ 300 ആൾ നിന്നത് നായക്ക് ബുക്ക് ചെയ്യാനാ. അപ്പൊ നീ നിൽക്കേണ്ടത് 301 ആളാ. അപ്പോ ആളുകൾ മുഴുവൻ നായനെ ബുക്ക് ചെയ്ത് അച്ഛനെയും അമ്മനെയും കൊല്ലാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ നീ 301 നിന്നിട്ട് കാര്യം നേടുക എന്ന് സ്വന്തം മാതാപിതാക്കളെ കൊല്ലാൻ വെമ്പൽ കൊള്ളുന്ന അവര് ഈ ഫാഷൻ ഓൾഡ് എല്ലാം പുതിയതാണ്, വീട് പുതിയതാണ്, ദമ്പതികൾ പുതിയതാണ്, മക്കൾ പുതിയതാണ്, അവിടെ ആകെ പഴയതുള്ളത് പ്രായം ചെന്ന മാതാപിതാക്കളാണ്. അപ്പൊ പിന്നെ അവരെയും കൂടെ ഒന്ന് ഇതുപോലത്തെ ഒരു അൽസേഷനായ തീരുമാനാക്കി തന്നാൽ രക്ഷപ്പെടുമല്ലോ എന്നുള്ള ഒരു മാനസികമായ ഒരു ധർമ്മത്തിൽ നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു അവസ്ഥയിൽ കുടുംബ ബന്ധം, ദ റിലേഷൻഷിപ്പ്, അത് നോട്ട് ടു ബിൽഡ് ബട്ട് ടു കട്ട്, സൃഷ്ടിക്കാനല്ല തകർക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. ബന്ധങ്ങൾ തകർക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. ഈ ഒരു അവസ്ഥ പരിതാപകരമല്ലേ എന്റെ പ്രിയമുള്ളവരെ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്താ? മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യനാളിനെ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും വിശ്വസിച്ചവരാരോ അവരെല്ലാം ചെയ്യേണ്ടത് ഫല്യസിൽ റഹിമഹു, ബന്ധത്തെ നിലനിർത്തുക എന്നൊരു കർമ്മമാണ്. കാരണം ഇന്നർ റഹിമ സുജ്നത്തും മിനർ റഹ്മാൻ, അള്ളാഹുവിന്റെ കാരുണ്യവാൻ എന്ന റഹ്മാനിൽ നിന്ന് വന്നതാണ് റഹിമ്. കുടുംബ ബന്ധം എന്ന് പറയുന്നത്, കുടുംബ ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ റഹ്മാനിന്റെ കാരുണ്യത്തെ പുലർത്തലാണ്, അള്ളാഹുവിന്റെ പൊരുത്തത്തെ പുലർത്തലാണ്. സ്വന്തം മാതാപിതാക്കളോടുള്ള കടമ നിറവേറ്റാത്ത ചെറുപ്പക്കാരന് ജീവിതത്തിൽ വിശുദ്ധിയില്ല, വിശ്വാസത്തിൽ വിശുദ്ധിയില്ല, അള്ളാഹുവിന്റെ മുമ്പിൽ പുണ്യമില്ല, കർമ്മസാഫല്യം പോലുമില്ല. എന്റെ പ്രിയമുള്ളവരെ, ആലോചിക്കേണ്ടത് ഉവൈസുൽ ഖർനി എന്ന വിശ്രുതനായ ചെറുപ്പക്കാരനെ കുറിച്ച സ്വഹാബിവര്യനായ ഉവൈസ്, ഈ പ്രവാചകന്റെ കാലത്ത് ജീവിച്ച വിശ്രുതനായ ഒരു മനുഷ്യനായിരുന്നു, സൂഫിവര്യനായിരുന്നു ഉവൈസുൽ ഖർനി. എന്താണ് അയാളുടെ പ്രത്യേകത എന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് ആ മണ്ണിൽ, അതിന്റെ അടുത്ത നാട്ടിൽ ജീവിച്ചൊരു മനുഷ്യനായിരുന്നു ഉവൈസുൽ ഖർനി. പക്ഷേ പരസ്പരം പ്രവാചകനെ കാണാൻ പറ്റിയില്ല, അതുകൊണ്ട് സ്വഹാബിയാകാൻ പറ്റിയില്ല. അങ്ങനെ ദുഃഖിക്കുന്ന ഉവൈസുൽ ഖർനി പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹബീബിനെ കാണാൻ പറ്റാത്തത് സങ്കടമല്ലേ? അയൽപക്കത്തുള്ള നാട്ടിലായിരുന്നിട്ടും ഹബീബിനെ ഒന്ന് പോയി കാണാൻ സാധിക്കാത്ത വേദനയിലാണ് ഉവൈസുൽ ഖർനി. ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, തന്റെ ഹബീബിനെ ഒന്ന് പോയിട്ടൊന്ന് കാണണം. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, പ്രിയപ്പെട്ട ഹബീബേ നിങ്ങൾക്ക് സലാം എന്ന് പ്രവാചകന്റെ മുഖത്ത് നോക്കി ഒന്ന് പറയണം. ആ ഒരു നർമ്മബോധം കൊണ്ട്, ആഗ്രഹം കൊണ്ട്, താല്പര്യം കൊണ്ട്, സ്വപ്നം കൊണ്ട്, ആശ കൊണ്ട് നിൽക്കുന്ന ഉവൈസുൽ ഖർനിക്ക് പക്ഷേ പ്രവാചകന്റെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, കാരണം എന്തെന്നറിയുമോ? മലയോരത്തെ മലഞ്ചെരുവിലെ വീട്ടിനുള്ളിൽ ഒരു ഉമ്മയുണ്ട്, ഉവൈസുൽ ഖർനിയുടെ പ്രിയപ്പെട്ട ഉമ്മ. പ്രായാധിക്യത്താൽ രോഗം കൊണ്ട് തളർന്ന പരവശയായി വീടിന്റെ തിണ്ണയിൽ കിടക്കുന്ന തന്റെ ഉമ്മ, എണീറ്റ് നടക്കാനാവാത്ത തന്റെ ഉമ്മ, രോഗം കൊണ്ട് പൊറുതിമുട്ടുന്ന തന്റെ ഉമ്മ, മരുന്നുകൊണ്ട്, ഈ മരുന്ന് ശയിച്ചുകൊണ്ട് ശയ്യാവലംബിയായി കഴിയുന്ന തന്റെ ഉമ്മ, അതിനിടയിൽ കടന്ന് പ്രയാസപ്പെടുന്ന ചിത്രം കണ്ടിട്ട് ഉവൈസുൽ ഖർനി വേദനയോടെ പറയുകയാണ്, തന്റെ ഉമ്മ ഇങ്ങനെ കിടക്കുമ്പോൾ, രോഗാതുരയായ എന്റെ ഉമ്മ ഇവിടെ കിടക്കുമ്പോ എങ്ങനെയായി രോഗിണിയായ എന്റെ ഉമ്മയെ ഇവിടെ തനിച്ചാക്കി എങ്ങനെ എനിക്ക് എന്റെ ഹബീബിന്റെ അടുത്തേക്ക് പോകാൻ പറ്റും? ഇല്ല ഇല്ല, എന്റെ ഉമ്മയെ വിട്ടിട്ട് എനിക്ക് പ്രവാചകനെ കാണുക പോലും വേണ്ട. എന്റെ പ്രവാചകന്റെ സ്നേഹവും സഹാബത്തിന്റെ സ്വർഗവും അതുപോലും എനിക്ക് വേണ്ട. എന്റെ മാതാവിനെ വെറുപ്പിച്ചിട്ട്, എന്റെ മാതാവിനെ ശുശ്രൂഷിക്കാത്ത ഒരു രാത്രി പോലും എനിക്കുണ്ടാവരുതെന്ന് ചെറുപ്പക്കാരനായ ഉവൈസുൽ ഖർനി പറയുന്നു. അപ്പോഴതാ ഉവൈസുൽ ഖർനിയുടെ ഉമ്മ വിളിച്ചു പറയുന്നു, പ്രിയപ്പെട്ട മോനെ, നീ സങ്കടപ്പെടേണ്ട, നീ എന്തിനാ എന്നെ നോക്കി ഇവിടെ കഴിയുന്നത്? ഉമ്മ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും മോനെ, ഉമ്മക്ക് ഇനി ജീവിതമില്ല, ഇനി ഉണരാൻ കഴിയില്ല,
രോഗം മാറില്ല മോനെ, അതുകൊണ്ട് ഉമ്മയെ വിട്ടുകളാ, നീ പോയിട്ട് ഹബീബിനെ കാണ്, അത് കാരണം ഉമ്മക്കും മോനിക്കും സ്വർഗത്തിൽ കടക്കാമല്ലോ. പക്ഷെ ഉവൈസുൽ ഖർനി പറഞ്ഞു, ഉമ്മ എന്നെ പ്രിയപ്പെട്ട രോഗിയായ ഉമ്മയെ ഇവിടെ തനിച്ചാക്കി ഞാൻ എന്റെ ഹബീബിന്റെ മുഖത്തേക്ക് പോയാൽ, മുമ്പിലേക്ക് പോയാൽ ഹബീബ് എന്നെ ആട്ടിപ്പുറത്താക്കും. കാരണം ഉമ്മയെ ഇട്ടേച്ചുകൊണ്ട് പോകാൻ എന്റെ ഹബീബ് ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെട്ടാലും ഞാൻ പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ തന്റെ പ്രിയപ്പെട്ട മകൻ ഉമ്മയോടുള്ള സ്നേഹാധിക്യത്താൽ അവിടെ തന്നെ കൂടിക്കഴിയുകയാണ്. നിങ്ങൾ അറിയുമോ, ഉമ്മ അവിടെ കിടന്നുറങ്ങുമ്പോ ഒന്ന് കണ്ണ് മയങ്ങിയാൽ ഈ പാവപ്പെട്ട മകൻ എന്ത് ചെയ്തുമെന്നറിയുമോ? മലയോരത്തെ വീട്ടിൽ നിന്ന് താഴേട്ട് മരുഭൂമിയിലേക്ക് ഇറങ്ങി വരും. അതുവഴി ഒട്ടകപ്പുറത്ത്, കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന അറബികളായ ആളുകളുണ്ടല്ലോ, അവരെ കൈകാട്ടി നിർത്തും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ വരുന്നത് മക്കയിൽ നിന്നാണോ? അവര് പറയും, അതെ മക്കയിൽ നിന്നാണ്. നിങ്ങൾ ഹബീബിനെ കണ്ടിട്ടുണ്ടോ? അവര് പറയും, കണ്ടിട്ടുണ്ട്. ഉടനെ ഉവൈസുൽ ഖർനി എന്ത് ചെയ്യുമെന്നറിയുമോ? അല്ല അല്ല, ഞങ്ങളുടെ ഹബീബിനെ കാണാൻ ഞാൻ അങ്ങേയറ്റം കൊതിച്ചിരുന്നയാളാ, പക്ഷെ എന്റെ ഉമ്മക്ക് സുഖമില്ലാത്തത് കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എന്റെ സ്നേഹിത എന്ന് പറഞ്ഞുകൊണ്ട് ആ വാഹനപ്പുറത്ത് നിന്ന് ആ പ്രവാചകനെ കണ്ട സ്വഹാബിയെ പിടിച്ച് താഴെ ഇറക്കും. എന്നിട്ട് കെട്ടിപ്പിടിച്ച് തന്റെ നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് അണച്ചു പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, ആ വലിയ കൗതുകത്തോടെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് കണ്ണുകൾക്ക് മാറി മാറി ചുംബനം നൽകും. ആ സ്വഹാബിയുടെ കണ്ണും നോക്കും, വെക്കും. എന്നിട്ട് പറയും, എന്റെ കണ്ണുകൊണ്ട് എന്റെ ഹബീബിനെ കാണാൻ എനിക്ക് പറ്റിയില്ല, ഇപ്പോഴിതാ ആ കണ്ട കണ്ണെങ്കിലും ഞാനൊന്ന് ഉമ്മം വെക്കട്ടെ, എന്റെ ഹബീബിനെ കണ്ട കണ്ണെങ്കിലും ഞാനൊന്ന് ഉമ്മം വെക്കട്ടെ, ചുംബിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സ്വഹാബിയുടെ കണ്ണിന് ഉമ്മം വെക്കുന്ന ഉവൈസുൽ ഖർനിയുണ്ടല്ലോ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വന്തം ഉമ്മയില്ലാത്ത, സ്വന്തം ഉമ്മയുടെ പൊരുത്തം കളഞ്ഞിട്ട് എനിക്ക് എന്റെ ഹബീബിനെ വേണ്ട എന്ന് തീരുമാനിക്കാൻ ആ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരന് കഴിഞ്ഞെങ്കിൽ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന സൂഫിവര്യന് കഴിഞ്ഞെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, പ്രായത്തിന്റെ ചാബല്യത്തിൽ നിർത്താതെ പെറുപെറുക്കുന്ന മാതാപിതാക്കളെ കാണുമ്പോ നിർത്താതെ അസ്വസ്ഥപ്പെടുത്തി നിങ്ങളെ അരിശപ്പെടുത്തുന്ന, മോശം പറയുന്ന ഭാര്യയുടെ മുമ്പിൽ കുറച്ചിൽ കാട്ടുന്ന, നിങ്ങളെ കുറച്ച് കാണിക്കുന്ന വൃദ്ധന്മാരായ മാതാപിതാക്കളുടെ പെരുമാറ്റം കണ്ടിട്ട് നിങ്ങൾ അവരെ ശപിക്കല്ലേ, അവരെ വെറുക്കല്ലേ, അവരോട് ചെയ്യുന്ന വാക്കുപോലും പറയല്ലേ, അവരെ വീട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കല്ലേ, അവരോട് സ്നേഹമില്ലാത്ത വാക്ക് പറയല്ലേ, അവരുടെ ശാപം വാങ്ങിക്കട്ടല്ലേ. കാരണം അവരെ ശാപം കിട്ടിയാൽ പിന്നെ പഠിപ്പുള്ളത് കൊണ്ടായില്ല, പിന്നെ ജോലിയുള്ളത് കൊണ്ടായില്ല, തറവാടിത്തം കൊണ്ടായില്ല, മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാൻ കഴിയില്ല. എന്റെ പ്രിയമുള്ളവരെ, ഹബീബിന്റെ പൊരുത്തമുണ്ടാവില്ല, അള്ളാഹുവിന്റെ പൊരുത്തമുണ്ടാവില്ല. അത് ഇല്ലാതെ മാതാപിതാക്കളെ സ്നേഹിച്ചാലോ അള്ളാഹുവിന്റെ പൊരുത്തം വരും, ഹബീബിന്റെ പൊരുത്തം വരും. അതുകൊണ്ടല്ലേ ഉവൈസുൽ ഖർനിക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് സുവാർത്ത അറിയിച്ചത്. പിൽക്കാലത്ത് ഒരു സുവാർത്ത വിളിച്ചു പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോയിട്ട് ഉവൈസുൽ ഖർനിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞൊരു കഥയുണ്ട്, കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നൊരു അനുഭവമുണ്ട്. അദ്ദേഹം ഉവൈസുൽ ഖർനിയെ കാണാൻ പോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിനെ ആരാധിച്ചു കഴിയുന്ന ഈ ഉവൈസുൽ ഖർനിയെ പറ്റി പറഞ്ഞൊരു ഉദാഹരണമുണ്ട്, പറഞ്ഞൊരു തെളിവുണ്ട്. തന്റെ കൈകൾ പൊന്തിച്ചു നോക്കിയാൽ തന്റെ കക്ഷരോമങ്ങൾക്കിടയിൽ ഒരു വെളുത്ത പാട് കാണാം. ആദ്യത്തെ അടയാളമായിരുന്നു. ആ അടയാളം പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ അത് കണ്ട ഉടനെ കൈ പൊക്കിയപ്പോ, ഉവൈസുൽ ഖർനിയുടെ കൈ പൊക്കാൻ പറഞ്ഞപ്പോ ആ അടയാളം കണ്ടു മറുകു. ഉടനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉവൈസുൽ ഖർനിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഹബീബ് അങ്ങയോടൊരു സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. എന്താ സന്തോഷ വാർത്ത എന്നറിയോ? നിങ്ങളെ ഈ ലോകത്ത് ഏറ്റവും വലിയൊരു സുവാർത്ത അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ സന്തോഷ വാർത്ത? നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, നിങ്ങൾക്ക് അവസരമുണ്ട് എന്ന് ഉവൈസുൽ ഖർനിയോട് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തബ്ശീർ നൽകി, സന്തോഷ വാർത്ത നൽകി പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രവാചകന് വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് ഉവൈസുൽ ഖർനിയോട് ആവശ്യപ്പെടുകയാണ്. പോരാത്തതിന്
ഹബീബ് ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്നും ഉമർ ഇബ്നുൽ ഖത്താബ് പറയുന്നു. നോക്കുക, തന്റെ പ്രവാചകനെ കാണുന്ന പ്രവൃത്തിയിൽ നിന്ന് തന്റെ ഉമ്മയോടുള്ള പൊരുത്തം മതി എന്ന് പറഞ്ഞുകൊണ്ട് മാതാവിന്റെ കൂടെ നിൽക്കാൻ ധൈര്യം കാണിച്ച ഉമർ ഈ ഉവൈസുൽ ഖർനിക്ക് അല്ലാഹുവിന്റെ ഹബീബിനു വേണ്ടി ദുആ ചെയ്യാൻ പോലും ആവശ്യപ്പെടുന്ന രൂപത്തിലേക്ക് മാനസികമായ നന്മയിലേക്ക് വളരാൻ സാധിച്ചെങ്കിൽ ആലോചിക്കുക, ജീവിതത്തിൽ പൊരുത്തമുണ്ടെങ്കിൽ, കർമ്മമുണ്ടെങ്കിൽ, നന്മയുണ്ടെങ്കിൽ, ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുമെങ്കിൽ, ധാർമ്മികത നിലനിർത്തുമെങ്കിൽ, ധർമ്മബോധത്തെ കാത്തു സൂക്ഷിക്കുമെങ്കിൽ, ഒരിക്കലും ഒരിടത്തും അടിയറവെക്കാത്ത ചങ്കുറപ്പുള്ള മനസ്സുണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ മുമ്പിൽ പൊരുത്തത്തിന് വേണ്ടി കാക്ഷിക്കുന്ന ഒരു നേരത്തെ താൽക്കാലിക സുഖത്തിന് വേണ്ടി, മദ്യപാനത്തിനു വേണ്ടി, ലഹരിക്ക് വേണ്ടി, പെണ്ണിനു വേണ്ടി, പണത്തിനു വേണ്ടി അടിയറവെക്കാത്ത ഈമാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ, അഖില ഈമാ ജഹാ ഹേ ബസൂറത്തെ ഖുർശീദ് ജീത്തെ ഹേ, ഉദർ ഡൂബേ ഉദർ നിക്കലേ, ഉദർ ഡൂബേ ഇദർ നിക്കലേ. സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നത് പോലെയാണ്. അവരൊരിടത്ത് അസ്തമിച്ചാൽ മറ്റൊരിടത്ത് ഉദയം കൊള്ളുന്നവരാണ്, വേറൊരിടത്ത് അസ്തമിച്ചാൽ മറ്റൊരിടത്ത് ഉദയം കൊള്ളുന്നവരാണ്. ഒരിക്കലും അവരെ തളർത്തിയിടാൻ കഴിയില്ല. കാരണം അവർ ശക്തിയുക്തം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അവരുടെ പാരമ്പര്യത്തിലേക്ക്, നന്മയിലേക്ക് അവരെത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങൾ ഉത്തരവാദിത്വത്തോടെ ചോദിക്കുന്നവർക്കും പറയുന്നവർക്കും അന്വേഷിക്കുന്നവർക്കും തിരിഞ്ഞു നടക്കുന്നവർക്കും നിങ്ങളെപ്പറ്റി ചോദിക്കുന്നവർക്കെല്ലാം സംതൃപ്തി ഉണ്ടാകുന്ന ഒരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുക, മാന്യമായ പെരുമാറ്റം കാത്തു സൂക്ഷിക്കുക, രാജ്യത്തോട് കൂറുണ്ടാവുക, തീവ്രവാദത്തോട് സന്ധിയില്ല സമരം നടത്താൻ കഴിയുക, പൊരുതുന്നൊരു മനസ്സ് സൂക്ഷിക്കുക, ഈമാനോടുകൂടി സമർപ്പിക്കുക, അള്ളാഹുവിന്റെ വജികിന് വേണ്ടി കാക്ഷിക്കുക, പ്രവാചകന്റെ പൊരുത്തത്തിന് വേണ്ടി കാക്ഷിക്കുക. അത് രണ്ടും മാതാപിതാക്കളുടെ പൊരുത്തത്തിലാകയാൽ മാതാപിതാക്കളോട് സ്നേഹം കാണിക്കുക, അവരെ പരിഗണിക്കുക, എന്നിട്ട് ഒരു തീരുമാനമെടുക്കുക. ഇല്ല ഇല്ല, പിശാചിന് ഞാൻ പിടുത്തം കൊടുക്കില്ല. മദ്യപിച്ചിട്ട് പിശാചിന് എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ലഹരി ഉപയോഗിച്ചിട്ട് പിശാചിന്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യില്ല. ഉമ്മയെ ആട്ടിപ്പുറത്താക്കിയിട്ട് പിശാചിന്റെ മുമ്പിൽ ഞാൻ സുജൂദ് ചെയ്യില്ല. അയൽപക്കക്കാരെ വെറുപ്പിച്ചിട്ട് ഞാൻ പിശാചിന്റെ അനുയായിയായി മാറില്ല. തന്റെ രാജ്യത്തിനും സമുദായത്തിനും നിരക്കാത്ത ഛിദ്രശക്തികളിലേക്ക് പോയിട്ട് ഞാൻ എന്റെ ഈമാനിനെ കളയൂല. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഈമാനികമായ ഊർജ്ജസ്വലതയോടെ, അന്തസ്സോടെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. സർവാധിരാജനായ തമ്പുരാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്ത്, അങ്ങനെ ഒരു മാനസികമായ നന്മയിൽ നിന്നുകൊണ്ട് നമ്മുടെ യുവാക്കളെ കാണാൻ, തലമുറയെ കാണാൻ, സമൂഹത്തെ കാണാൻ നമുക്ക് കഴിയണം. അങ്ങനെ സാധിച്ചാൽ നാടിന്റെ ശക്തിയായി, നാടിന്റെ ചുറുചുറുക്കുള്ള കരുത്തായി, ഈ സമുദായത്തിന്റെ അന്തസ്സായി, ഈ നാടിന്റെയും സമുദായത്തിന്റെയും രാജ്യത്തിന്റെയും ആവശ്യമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കുമെന്റെ പ്രിയമുള്ളവരെ. അങ്ങനെ ജീവിതത്തെ, നമ്മുടെ യുവാക്കളെ നാടിന്റെ ശക്തിയായി കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു തീരുമാനത്തിൽ നമ്മൾക്കൊരിക്കലും ഒരു കപ്പലിനുള്ളിൽ വെള്ളം കയറുന്നത് പോലെ കപ്പലിൽ വെള്ളം കയറി നമ്മുടെ ഓടുന്ന യാത്രയെ നശിപ്പിക്കാൻ മുതിരിടാതെ, ഈ കപ്പലിനുള്ളിൽ വെള്ളം കയറാതെ സമുദായത്തെ കാത്തു സൂക്ഷിക്കാൻ, ഇവിടുത്തെ തീ ചുറുചുറുക്കുള്ള ഉച്ചവെയിലിന് സമാനമായ തീ പിടിച്ച ആശയങ്ങളുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക്, കൂട്ടുകാർക്ക്, യുവതികൾക്ക്, സഹോദരിമാർക്ക് സാധിച്ചാൽ അവിടെ ഈ സമുദായം രക്ഷപ്പെടും. കാരണം നിങ്ങളുടെ കയ്യിലാണ് സമുദായമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇസ്ലാമിനെ പിച്ചു ചീന്തി കളയുന്ന, അതിനെ പറിച്ചു കളയുന്ന രൂപത്തിലേക്ക് പോവല്ലേ, ആ മാർഗത്തെ പിന്തുടരല്ലേ. നിങ്ങൾ വേഷവിധാനത്തിൽ പാശ്ചാത്യരോട് മത്സരിച്ചുകൊണ്ട് തന്റെ അർദ്ധനഗ്നമായ ശരീരം കൊണ്ട് കാണുന്ന ചെറുപ്പക്കാരെ മുഴുവൻ ആകർഷിപ്പിച്ചുകൊണ്ട് ഉറഞ്ഞു തുള്ളി ചാഞ്ഞും ചെരിഞ്ഞും ആക്രോശിച്ചും നിലവിളിച്ചും നടക്കുന്ന രൂപത്തിൽ
രൂപത്തിലേക്ക് അങ്ങനെ ബലാത്കാരങ്ങൾ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അരുതായ്മകൾ ചുവടിട്ട് വളരുന്ന അവസ്ഥയിലേക്ക് പ്രിയപ്പെട്ട സഹോദരിമാരെ, ചെറുപ്പക്കാരികളെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകരുത്. അതുപോലെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബാപ്പയെ പറയിപ്പിക്കുന്ന, തറവാടിന്റെ പേര് കളയുന്ന, സമുദായത്തെ പറയിപ്പിക്കുന്ന, ഈ രാജ്യത്തിന്റെ നന്മയെ തകർക്കുന്ന, സൗഹാർദ്ദത്തിന്റെ കഴുത്തിന് നേരെ കത്തി നീട്ടുന്ന ക്രൂരതയുടെ പര്യായമായി നിങ്ങൾ മാറല്ലേ. ഈ സമുദായത്തെ സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ, മാനുഷികതയിൽ, മനുഷ്യത്വത്തിൽ, മാനവികതയിലെ സഹോദരങ്ങളായി നാനാവിധ മതജാതി വിഭാഗങ്ങളെ കാണാനുള്ള സൗഹാർദ്ദത്തിന്റെ കളിത്തൊട്ടിലേക്ക് മാറാൻ നമുക്ക് പറ്റണം. ആ ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയണം. കാരണം നമ്മൾ ഈ യുവാക്കളാണ്, അവരെടുക്കുന്ന തീരുമാനങ്ങളാണ് നാടിന്റെ ശക്തി. ഇറ്റ് ഇസ് നോട്ട് ദ ഷിപ്പ് ഇൻ ദ വാട്ടർ ബട്ട് ദ വാട്ടർ ഇൻ ദ ഷിപ്പ് ദാറ്റ് സിങ്സ് ഇറ്റ്. കാരണം കപ്പലുകളല്ല, ഈ വെള്ളത്തിലൂടെ ഒഴുകുന്ന കുറെ കപ്പലുകളുടെ എണ്ണം കൂടിയത് കൊണ്ടല്ല ശരിക്ക് ഒരു കപ്പൽ മുങ്ങിപ്പോകുന്നത്. ബട്ട് ദ വാട്ടർ ഇൻ ദ ഷിപ്പ് ദാറ്റ് സിങ്സ് ഇറ്റ്. കപ്പലിനുള്ളിൽ വെള്ളം കയറിയാൽ അത് ഏത് സമയവും മുങ്ങിപ്പോകും. അതിന് തയ്യാറാവാതെ സുന്ദരമായ, ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സമൂഹത്തെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. നമ്മുടെ കപ്പലിനുള്ളിൽ വെള്ളം കയറാതെ കാത്തു സൂക്ഷിക്കുക. എന്നിട്ട് ഒരുപാട് കപ്പലുകൾ നിരത്തിലിറങ്ങിക്കോട്ടെ, യാത്ര ചെയ്തോട്ടെ, പ്രശ്നമില്ല. എല്ലാ കപ്പലുകളും തീരത്തണയാൻ കൊതിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാണ്. നമ്മുടെ കപ്പലിനെ നമ്മൾ സുഭദ്രമാക്കിയാൽ മതി. അതാണ് സെക്യുലറിസം, അതാണ് മതേതരത്വം, അതാണ് ശരിയായ നന്മ. മറ്റുള്ളവരൊന്നുമില്ലാതെ ഞാൻ മാത്രം ഉണ്ടാകുന്ന ഒരവസ്ഥ അത് യഥാർത്ഥമല്ല. അതുകൊണ്ടാണല്ലോ മക്ക വിജയം നടന്നിട്ട് അവിടെ ചെന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു വിളിക്കുമ്പോൾ ആ ലോകം മുഴുവൻ പ്രവാചകന്റെ കൊടിക്ക് കീഴിൽ കടന്നു വന്നപ്പോ ആ നാട്ടിലും ഉണ്ടായിരുന്നു ഇസ്ലാമിൽ വിശ്വസിക്കാത്ത, പ്രവാചകനെ പിന്തുടരാത്ത ഈ അമുസ്ലിങ്ങളായ ആളുകൾ. അതേ നാട്ടിൽ അബൂ സുഫിയാനും ഹിന്ദുമൊക്കെ ആ നാട്ടിൽ അവരുടെ അനുയായികൾ അവിടെ ഉണ്ടായിരുന്നു. അവരാരും ഇസ്ലാമിലേക്ക് അപ്പോഴും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ടും എന്തേ ഇസ്ലാമിനെ പിഴച്ചിട്ടില്ലല്ലോ, ഇസ്ലാം അവരെ തകർത്തിട്ടില്ലല്ലോ. പ്രവാചകൻ പറഞ്ഞത് അൻതുമുത്തുലഖ, നിങ്ങൾ സ്വതന്ത്രരാ, സർവതന്ത്ര സ്വതന്ത്രരാ, നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇവിടെ ജീവിക്കാം. ഈ തക്ബീറിന്റെ കൊടിക്ക് കീഴിൽ നിങ്ങൾക്ക് ആശ്വാസമുണ്ട്. പൂന്തോട്ടം സുന്ദരമാകുന്നത് അവിടെ ഒരേ കളറുള്ള, ഒരേ രൂപത്തിലുള്ള പുഷ്പങ്ങൾ ഉണ്ടാകുമ്പോഴല്ല, നേരെ മറിച്ച് വിഭിന്നങ്ങളായ പുഷ്പങ്ങൾ ഒരു പൂന്തോട്ടത്തിൽ ഉണ്ടാകുമ്പോഴല്ലേ പൂന്തോട്ടം മനോഹരമാകുന്നത്, വൈവിധ്യമാകുന്നത്, സമ്പൂർണമാകുന്നത്. പൂന്തോട്ടങ്ങൾ അനവധി ഉണ്ടാവട്ടെ, നിരവധി ഉണ്ടാവട്ടെ, സാരമില്ല. പക്ഷേ നമ്മുടെ പൂന്തോട്ടത്തിൽ ഒരു മൂങ്ങ പോലും കയറാതെ, അതിന്റെ നന്മക്ക് നേരെ ആരും കടക്കൽ കത്തിവെക്കാതെ, അതിനിടയിൽ തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ, മതനൈരാശ്യത്തിന്റെ, ഇത്തരത്തിലുള്ള അരുതായ്മകളുടെ, അധാർമികതയുടെ, അനീതിയുടെ ചെറിയ ചെറിയ പുഴുക്കുത്തുകളെ തുടക്കത്തിലേ കണ്ടെത്തി അതിനെ പിഴുതെറിഞ്ഞ് നന്മയുടെ ഭാഗരായി മാറാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു നല്ല നാളെയെ കണ്ടുകൊണ്ട് അള്ളാഹുവിന് സമർപ്പിച്ചാൽ ഫലമുണ്ടാകാതിരിക്കില്ല, പടച്ചവൻ കാണാതിരിക്കില്ല. അങ്ങനെ മുന്നോട്ട് പോകാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. കാരണം തമ്പുരാൻ നമുക്ക് തരുന്ന വാക്ക് നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ അള്ളാഹു നമ്മളെ കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ കൊതിക്കുക, ഉയരങ്ങളിൽ സ്വപ്നം കാണുക, നല്ലൊരു നാളെയെ കാണുക. കാരണം യുവാക്കൾ they are not the 100% of its population today, but they are the 100% of its population of future. ഇന്ന് ജനസംഖ്യയുടെ 100% ഇവിടുത്തെ യുവാക്കളല്ല, ഈ നാട്ടിലെ 100% ഇവിടുത്തെ യുവാക്കളല്ല, നേരെ മറിച്ച് നാളെയുടെ 100% അവരാണ്. അവരെ കരുതലോടെ, അവരെ നന്മയോടെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശുഷ്കാന്തിയും, അങ്ങനെ ഒരു സുന്ദരമായ തുടക്കത്തിന് വേണ്ടി മനസ്സുകൊണ്ട് കൊതിക്കുന്ന ഒരു തീരുമാനത്തിന്റെ സൗന്ദര്യമുള്ള ഒരു നാടായി, പ്രദേശമായി ഈ നാട്, ഈ അന്തരീക്ഷം, ഈ കൂട്ടായ്മ മാറണം. ഇതൊരു ചെറിയ പ്രദേശമാണ്, ഇതൊരു ചെറിയ കൂട്ടമാണ്. പക്ഷേ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പാരാവാരം പോലെ നീണ്ടുകിടക്കുന്ന സമുദായത്തിൽ ആണ് നമ്മൾ മാറ്റമുണ്ടാക്കേണ്ടത്. പക്ഷേ സമുദ്രത്തിൽ നിന്ന് തുടങ്ങാൻ കഴിയില്ല, നേരെ മറിച്ച് ഇതുപോലെയുള്ള നീരുറവകളിൽ ആരംഭിക്കട്ടെ. ഈ നീരുറവകളിൽ നിന്ന് തുടങ്ങുന്ന നല്ല ചിന്തകൾ, നല്ല പ്രവർത്തികൾ, നല്ല ആലോചനകൾ, നല്ല തുടക്കങ്ങൾ, അത് നാളെ നദികളായി മാറുക തന്നെ ചെയ്യും. നദികളായി ഒഴുകിയെത്തുകയും ആ നദികൾ അത്രയും
പിന്നെ ഒരു ദിവസം അത് സമുദ്രത്തിലേക്ക് ചെന്നെത്തുക തന്നെ ചെയ്യും. സമുദ്രത്തിലെത്തുന്ന നദികൾ നാളെ ചീറിയടിക്കുന്ന തിരമാലകളായി പരിണമിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ചീറിയടിക്കുന്ന തിരമാലകളാകാൻ പറ്റണോ എങ്കിൽ ഒഴുകുന്ന നീരുറവകളാവുക. അവ നാളെ നദികളാവും, നദികൾ നാളെ സമുദ്രമാവും. ഒരിക്കലും സമുദ്രത്തിൽ പോയി തുടങ്ങാൻ കഴിയില്ല, നീരുറവയിലേ തുടങ്ങാൻ കഴിയൂ. ഈ ചെറിയ പ്രദേശത്ത്, ഈ ചെറിയ കൂട്ടായ്മയിൽ, ഈ വലിയ സന്ദേശത്തെ, ഈ വലിയ മനസ്സിനെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് നല്ല ഒരു സമൂഹത്തിനു വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിറങ്ങുക. കാത്തിരിക്കരുത് ഒരിക്കലും തിരയടങ്ങാൻ. കാരണം തിരയടങ്ങിയിട്ട് കുളിക്കുവാൻ ആർക്കും കഴിയില്ല. അങ്ങനെ കൊതിച്ചാൽ നമ്മൾ നിരാശരാകും. തിരയടങ്ങുന്നതിന് മുമ്പേ, തിരമാല ചെറിയടിക്കുന്നതിനിടയിൽ കുളിക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ ആ തിരകൾ ഒരു ഭാഗത്ത് അടിച്ചുയരട്ടെ, അതിനിടയിലും സമുദ്രത്തിൽ പോയി കുളിക്കാൻ. അങ്ങനെ ജീവിതത്തിന്റെ ആളുകളൊക്കെ വഷളാകുമ്പോഴും എന്റെ കുടുംബത്തെ ദീനിനെ കടുപ്പിക്കാൻ, സമൂഹം മുഴുവനും നാശാവുമ്പോഴും മോശമാവുമ്പോഴും എന്റെ നാടിനെ സമൂഹത്തിന് ഏറ്റവും അന്തസ്സുള്ള നാടാക്കി മാറ്റാൻ, എല്ലായിടത്തും തീവ്രവാദം വളരുമ്പോഴും എന്റെ നാട്ടിൽ അതിന്റെ പൊക്കിൾക്കൊടികൾ കടന്നു വരാതെ കാത്തു സൂക്ഷിക്കാൻ, അങ്ങനെ സൗഹാർദ്ദത്തിന്റെ, ഇത്തരത്തിലുള്ള ഒരു സഹിഷ്ണുതയുടെ, സമവായത്തിന്റെ, സാഹോദര്യത്തിന്റെ ഒരു നല്ല അന്തരീക്ഷത്തിലേക്ക് നമുക്ക് വളരണം. അതിന് സർവശക്തനായ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു മാനസികമായി നന്മ ഉണ്ടാക്കിയെടുക്കുന്ന വിഭാഗമായി അള്ളാഹു നമ്മളെ മാറ്റിയെടുക്കുമാറാവട്ടെ. അങ്ങനെ ജീവിതത്തിലും പ്രവർത്തിയിലും ഇടപാടുകളിലും സർവാധിരജനായ തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ മാറിയാൽ അള്ളാഹു നമ്മളെ കൈയൊടിയില്ല. കാരണം മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളി നിങ്ങളെത്താൻ. ചിട്ടകളെ സ്വയം മാറ്റുകയും പുതിയ പുതിയ ശീലങ്ങൾ ആരംഭിക്കുകയും എന്നിട്ട് പുതിയ പുതിയ രൂപങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോവുകയും, അല്ലെങ്കിൽ കാലം നമ്മളെ മാറ്റും. അന്ന് നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുത്ത് നല്ല നീയത്തോടെ നല്ല മാറ്റത്തിന് വേണ്ടി, ശോഭനമായ ഒരു നാളേക്ക് വേണ്ടി കൊതിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, അതിന് കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നാലും, അതിനൊരൽപ്പം പട്ടിണി കിടക്കേണ്ടി വന്നാലും, അതിനൊരൽപ്പം ത്യാഗം സഹിക്കേണ്ടി വന്നാലും, അതിന് ചിലപ്പോൾ സുഖങ്ങൾ കുറഞ്ഞു പോയാലും, അള്ളാഹുവിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ആ സങ്കടങ്ങളെ മുഴുവനും നെഞ്ചകത്തിലേറ്റാൻ നിങ്ങൾക്ക് സാധിക്കണം, നമുക്ക് സാധിക്കണം. കാരണം നമ്മുടെ ധർമ്മം ന ഹിന്ദു ബനാവോ ന മുസൽമാൻ ബനാവോ, इंसान की औलाद है इंसान बनाओ, इंसान की औलाद है इंसान बनाओ. न हिंद बनाओ न मुसलमान बनाओ, इंसान की औलाद है इंसान बनाओ. ഹിന്ദുവാകാനല്ല, മുസൽമാനാവാനല്ല, നേരെ മറിച്ചൊരു വിശ്വാസിയാകുമ്പോ ഇൻസാനിക്ക് ഔലാദ് ഇൻസാൻ ബനാവോ. കേവലം ഒരു മുസ്ലിമായി തീരുന്നതിലല്ല, ഞാനൊരു മുസ്ലിമാണെന്ന് പറയുന്നതിലല്ല, കേവലം ഒരു ഹിന്ദു ആകുന്നതിലല്ല, ഞാനൊരു ഹിന്ദുവാണെന്ന് പറയുന്നതിലല്ല, കേവലം ഒരു ക്രിസ്ത്യാനിയാകുന്നതിലല്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതിലല്ല. നിങ്ങളൊരു മനുഷ്യനാണ്. മനുഷ്യനെ പോലെ ജീവിക്കാൻ കഴിയുമോ? മനുഷ്യത്വത്തോടെ മനുഷ്യന്റെ മക്കളായി കഴിയാൻ, മാനവികതയുടെ നന്മയൂറ്റിപ്പിടിച്ച് കഴിയാൻ കഴിയുമോ? അപ്പോഴാണ് മുസ്ലിം ആവുന്നത്, അപ്പോഴാണ് വിശ്വാസിയാകുന്നത്. അങ്ങനെ ഒരു നന്മയോടെ ആളുകൾ ഇഷ്ടപ്പെടുന്ന അന്തസ്സുള്ള രൂപത്തിലേക്ക് വളരാൻ സർവാധിരാജനായ നാഥ, നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ, കരുത്ത് നൽകണേ തമ്പുരാനെ, ജീവിതത്തിൽ അതിനുള്ള പുണ്യം നൽകണേ റഹ്മാനെ. സർവാധിരാജനായ തമ്പുരാനെ, ജീവിതത്തിൽ ഒരുപാട് ആശകളും പ്രതീക്ഷകളും ഉള്ളവരാണ് നാഥ, ഒക്കെ അറിയുന്ന നാഥ, നീ നിറവേറ്റി തരണമേ തമ്പുരാനെ, നിറവേറ്റി തരണമേ മന്നാനെ, അർഹമുർറഹീമായ നാഥ. ഞങ്ങൾ ഇവിടെ കൂടിയതും പറഞ്ഞതും നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണേ തമ്പുരാനെ, സ്വാലിഹായ അമലായി സ്വീകരിക്കണേ റഹ്മാനെ, അർഹമുർറഹീമായ നാഥ. ദീനിന്റെ പ്രവർത്തികൾ, ദീനിന്റെ കൂട്ടായ്മകൾ, അത് ഞങ്ങൾക്ക് ഏറ്റുപിടിച്ചുകൊണ്ട് ഈ ദീനിനു വേണ്ടി പ്രവർത്തിക്കാൻ, ഖിദ്മത്ത് എടുക്കുവാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, നൽകണേ സുബ്ഹാനെ, നൽകണേ മന്നാൻ.